ഹോളി സ്പിരിറ്റ്, റൂവാഹ്, പരിശുദ്ധാത്മാവ്. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. കരങ്ങൾ കൂപ്പി കണ്ണുകളടയ്ക്കുന്നു. വെളിപാട് പുസ്തകം 12-ാം അധ്യായം. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രമുള്ള കിരീടം. അവൾ ഗർഭിണിയാണ്. പ്രസവവേദനയാൽ അവർ നിലവിളിക്കുന്നു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങുന്നു. വെളിപാട് 12. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രമുള്ള കിരീടങ്ങൾ. പ്രസവവേദനയാൽ അവർ നിലവിളിക്കുന്നു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങുന്നു. ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ലുത്തിനിയയുടെ സമയത്ത്, യോമാല തീരുന്ന സമയത്ത് ലുത്തിനിയ പിന്നെ ചായ തരാമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി. ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്താണ് ലുത്തിനിയ പൂർത്തിയാകുന്നു. അവളാണ് അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു, ഈ വചനമാണ് ഇന്ന് പറയേണ്ടത്. വെളിപാട് 12. വെളിപാട് 12 അതാണ് ഇന്ന് ധ്യാനിക്കേണ്ടത്, നീ ധ്യാനിക്കേണ്ടത്. അപ്പം ഞാൻ വചനം പറയുമ്പം ഞാൻ നിങ്ങളെ ധ്യാനിപ്പിക്കുമെന്നാന്ന് ഓർത്തേക്കരുത്. നമ്മൾ ധ്യാനിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ഒരു വചനം കിട്ടുന്നെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ആർക്ക് വേണ്ടി കൂടിയാണ്? എനിക്ക് വേണ്ടിയും കൂടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം എന്നോടാണ് സംസാരിക്കുന്നത്. അത് ഈ എഴുതിയായിട്ട് നമുക്ക് നമ്മളെല്ലാം പോപ്പുലർ ആവുന്നുണ്ട് ആ ചിന്ത. വചനം ആരോടോ എന്തൊക്കെയോ പറയുന്നു, എല്ലാവരും ഇതൊന്ന് കേട്ടിരുന്നെങ്കിൽ നമ്മൾ ഓർക്കില്ലേ, എൻ്റെ കെട്ടിയവനൊന്ന് കേട്ടായിരുന്നെങ്കിൽ, എൻ്റെ പിള്ളേരൊന്ന് കേട്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ വചനം ആരോടുമല്ല സംസാരിക്കുന്നത്. ആരോടാണ്? എന്നോടാണ് സംസാരിക്കുന്നത്. ഞാനിത് കേൾക്കണം, ഞാനാണ് കേൾക്കേണ്ടത്. ഞാൻ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം സംഭവിച്ചോളും. എന്നിലൂടെ പൂർത്തിയാകേണ്ടതാണ് ബാക്കി കാര്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും യാദൃച്ഛികമല്ല, എല്ലാം തമ്പുരാൻ അനുവദിച്ചതാണ്. ഒന്നും യാദൃച്ഛികമല്ല. കല്യാണം അബദ്ധത്തിൽ നടന്നു, ആ ജോലി എങ്ങനെയോ കിട്ടി, അങ്ങനെയൊന്നുമല്ല. ആ ജോലി എങ്ങനെയോ നഷ്ടപ്പെട്ടു, ഇല്ല. ആ കല്യാണം മുടങ്ങിപ്പോയി, ഇല്ല. ഒന്നും യാദൃച്ഛികമായിട്ട് സംഭവിച്ചതല്ല, എല്ലാം ദൈവം മുൻകൂട്ടി തീരുമാനിച്ചതാണ്. കർത്താവിൻ്റെ അപ്പോസ്തലൻ പറയുന്നില്ലേ, ദൈവം മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾക്കായി ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. യെസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം മുൻകൂട്ടി ചെയ്യാൻ തീരുമാനിച്ച സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പിന്നെ നിന്ന് കൊടുത്താൽ മാത്രം പോരെ. നമുക്കൊരു ചെറിയ പ്രശ്നം, നോട്ട്സ് എല്ലാം നേരത്തെ പുള്ളി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. അതായത് ജന്മം കൊള്ളുന്നതിന് മുമ്പ് തന്നെ നോട്ട്സ്, ഞാൻ എന്തൊക്കെയാണ് വായിക്കേണ്ടത്, എന്തൊക്കെയാണ് പാടേണ്ടെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ളതെല്ലാം അങ്ങേര് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിന്ന് കൊടുത്താൽ മതി. പിന്നെ എവിടെ ഈ താളപ്പഴ ഉണ്ടാകുന്നത്? ഞാൻ തന്നെ ഒന്ന് പാടാൻ നോക്കുമ്പോഴാണ്. എൻ്റെ ഒരു താളം ഇടാൻ ഞാൻ നോക്കും. എൻ്റെ ഒരു താളത്തിൽ ഞാനൊന്ന് പാടാൻ ശ്രമിക്കുമ്പം എല്ലാം എന്തായി മാറും? അപശ്രുതിയായി മാറും. ആ പാട്ടുകാരനോട് നന്നായിട്ട് ഇവിടുന്ന് പാടി, അതിനിടയ്ക്ക് ഞാനെൻ്റെ താളം കയറ്റിക്കൊണ്ട് പോയാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾക്ക് അരോചകമാവും. ഈ ചേട്ടൻ പറഞ്ഞാൽ മതി, പാടണ്ട എന്നൊരു തോന്നൽ വരും. പാട്ട് ആ ചെറുക്കന് വിട്ടുകൊടുക്കുക, അവൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. അപ്പോൾ നീ പാടിയാൽ പോരെ, ഞാനിവിടെ കൂടെ പാടാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചാൽ പാട്ടെന്തായി മാറും? അപശ്രുതിയായി മാറും. നോട്ട്സൊക്കെ നേരത്തെ പ്രിപ്പയർഡാണ്, നിന്ന് കൊടുത്താൽ മാത്രം മതി, അല്ലേ? കീബോർഡൊക്കെ വായിക്കുന്ന പിള്ളേരോട് പറഞ്ഞാൽ പറയും, കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും കയറി അവൻ്റെ കയ്യിലൊന്ന് പിടിച്ചാൽ, അങ്ങനെയല്ല ചേട്ടാ ഇങ്ങനെ വായിക്കേണ്ടെന്ന് പറഞ്ഞാൽ മൊത്തം അപശ്രുതി. അവൻ എന്നാ ഓസ്കാർ കിട്ടിയവനാണേലും താളം ശ്രുതിയെല്ലാം തെറ്റിപ്പോവും, സംഗതിയെല്ലാം തെറ്റിപ്പോവും എന്ന് പറയുന്നതുപോലെ ദൈവം മുൻകൂട്ടി ചില കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ സൽപ്രവർത്തികൾ, ആ സൽപ്രവർത്തികൾ ചെയ്യാൻ ദൈവം തിരഞ്ഞെടുത്തവരാണ് നമ്മൾ. ആരാൽ തിരഞ്ഞെടുക്കപ്പെട്ടു? യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ നിന്ന് കൊടുത്താൽ പോരെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം വെളിപാട് പുസ്തകം 12-ാം അധ്യായം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വെളിപാട് പുസ്തകം 12-ാം അധ്യായം ഒത്തിരി കാലമായിട്ട് ഞാൻ ധ്യാനിച്ചൊരു ഭാഗമാണ്. പക്ഷേ അത് പെട്ടെന്ന് അതാണ് ഇന്നിവിടെ വരേണ്ടതെന്ന് തോന്നുന്നത്. പ്രത്യേകിച്ച് കർമ്മല മാതാവിൻ്റെ ഒരു അന്തരീക്ഷമാണല്ലോ, മാതാവാണല്ലോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. കർമ്മല മാതാവിൻ്റെ ധ്യാനകേന്ദ്രമല്ലേ. അപ്പം വെളിപാട് 12 തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ചിന്തിക്കാൻ പറയുന്നു. വെളിപാട് 12 ഒന്ന് വായിച്ചു നോക്കിയേ. വെളിപാട് പുസ്തകം 12-ാം അധ്യായം എങ്ങനെയാണ് നീക്കി തുടങ്ങുന്നേ? സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. അടയാളങ്ങളാണ് കാണുന്നത്. വെളിപാട് പറഞ്ഞ അടയാളങ്ങളാണല്ലോ. അടുത്തത് എന്താണ് അടയാളം? സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, പ്രകാശത്തെ വാരിപ്പൊതിഞ്ഞ ഒരു സ്ത്രീ. സൂര്യനെ ഉടയാടയാക്കിയെന്ന് വെച്ചാൽ എന്താണ്? പ്രകാശത്തെ വാരിപ്പൊതിഞ്ഞൊരു സ്ത്രീ. പ്രകാശം എന്ന് വെച്ചാൽ എന്താണ്? തമസ്സോമ ജ്യോതിർഗമയ. ഞാനാണ് പ്രകാശം, വെളിച്ചം, അല്ലേ? ഞാനാണ് വെളിച്ചം. അപ്പം വെളിച്ചത്തെ വാരിപ്പൊതിഞ്ഞ സ്ത്രീ, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ. അടുത്തത്
പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ചന്ദ്രനെ പാദപീഠമാക്കിയവൾ എന്ന് വെച്ചാൽ സൂര്യന് താഴെയുള്ള എല്ലാറ്റിനെയും, സൂര്യനിൽ നിന്ന് ശക്തി സംഭരിക്കുന്ന എല്ലാറ്റിനെയും ചവിട്ടിപ്പിടിച്ചയാൾ അവളുടെ പാദത്തിൻ്റെ കീഴിലാണ്. സൂര്യൻ ദൈവത്തിൻ്റെ അടയാളം, പ്രകാശം. പ്രകാശമാരാണ്? ദൈവം, ഈശോ, പിതാവായ ദൈവം ഒക്കെയാണ് പ്രകാശം, അല്ലേ? പ്രകാശത്തിൻ്റെ ഉറവിടമായ ക്രിസ്തു, പ്രകാശത്തിൻ്റെ ഉറവിടമായ പിതാവായ ദൈവം, പ്രകാശം നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഇതിനെ ഇങ്ങനെ വാരി പൊതിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ, ഫിൽ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പക്ഷേ ബാക്കി ഉള്ളതെല്ലാം അവളുടെ പാദത്തിൻ്റെ കീഴിലാണ്. ചന്ദ്രൻ തുടങ്ങി ബാക്കിയെല്ലാം അവളുടെ പാദത്തിൻ്റെ കീഴിലാണ്. അടുത്തത് 12 നക്ഷത്രം. എന്താണ് 12? എന്താണ് 12? ആർക്കെങ്കിലും പറയാമോ? യാക്കോബിൻ്റെ 12 ഗോത്രങ്ങൾ. പഴയ ഇസ്രായേലിൽ യാക്കോബിൻ്റെ 12 ഗോത്രങ്ങൾ, പുതിയ ഇസ്രായേലിൽ 12 ശിഷ്യന്മാർ. നിങ്ങളുടെ അടുത്ത് ധ്യാനിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. വളരെ ദൈവശാസ്ത്രപരമായി നല്ല ഇരുത്തം എന്നൊരു ഗ്രൂപ്പല്ലേ, കുറച്ച് പേരെ ഉള്ളെങ്കിലും. എന്തിനാ ഒത്തിരി പേര് വന്നിരുന്ന് ഉറങ്ങുന്ന, അല്ലേ? 10 പേർ ഉണർവോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര അഭിഷേകമാണ്, അല്ലേ? അപ്പം ചന്ദ്രനെ പാദപീഠമാക്കിയവൾ, സൂര്യൻ ശിരസിൽ 12 നക്ഷത്രമുള്ള കിരീടം. പഴയ ഇസ്രായേലിൻ്റെ 12 നക്ഷത്രങ്ങൾ, അല്ലേ? പുതിയ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ, അല്ലേ? ഏസാവ് നഷ്ടപ്പെടുത്തി കളഞ്ഞ അവകാശം, യാക്കോബ് ചതിച്ച് മേടിച്ചെടുത്തിട്ടും പാഴായിപ്പോയ ചരിത്രങ്ങൾ ഇന്നും ഇസ്രായേലിൽ കിടന്ന് അടിക്കുന്നു, അല്ലേ? യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്തവർ രക്തം ചിന്തിക്കൊണ്ടേയിരിക്കുന്നു, അല്ലേ? ഭയങ്കരമായത് വായിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ ഈയിടെ കാര്യങ്ങളൊക്കെ, യുദ്ധവും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പഴയ നിയമങ്ങൾ എടുത്ത് വെച്ച് വായിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വരിക. അപ്പം യാക്കോബിൻ്റെ 12 ഗോത്രത്തെ നവീകരിച്ചുകൊണ്ട് ക്രിസ്തു തൻ്റെ രക്തത്താൽ, അല്ലേ, ഏസാവ് നഷ്ടപ്പെടുത്തിയത് യേശു വീണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഏസാവ് എന്തിനു വേണ്ടിയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്? ചില പാൽപ്പായസം എന്ന് വെച്ചാൽ രുചി എന്നേ ഉള്ളൂ, ചില രുചി, ടേസ്റ്റ്. പിന്നെ ചുമന്ന പാൽപ്പായസം, ചില നിറം, അത്രേ ഉള്ളൂ. കൗശലക്കാരനായിരുന്നു അനിയൻ. ഫാൻസി ഡ്രസ്സ് കളിക്കാൻ അവൻ മിടുക്കനായിരുന്നു. ഫാൻസി ഡ്രസ്സ്, അവൻ ഫാൻസി ഡ്രസ്സ് കളിച്ചപ്പം റഫറി ആയിട്ട് നിൽക്കേണ്ട ആളായിരുന്നു ആര്? അപ്പൻ. അപ്പനൊരു ബലഹീനത ഉണ്ടായിരുന്നു, ഈ ഫ്രൈ ഒക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു, അല്ലേ? അപ്പൻ്റെ ബലഹീനത അറിഞ്ഞ മകൻ കാട്ടിൽ ചെന്ന് വേട്ടയാടി കൊണ്ടുവന്നത് വറുത്ത് അപ്പന് കൊടുത്തു. തിന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പന് വല്ലതും മിണ്ടാൻ പറ്റുമോ? ഇവൻ ഫാൻസി ഡ്രസ്സ് കളിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചു? അപ്പൻ തപ്പി നോക്കിയിട്ട് പറഞ്ഞു, ശരീരം ഏസാവിൻ്റെ, പക്ഷേ ശബ്ദം എന്നേലും ആട്ട തിന്നുപോയില്ലേ, കൊടുത്തേക്കാവുന്ന. ഇങ്ങനെ ചില അപ്പന്മാർ ദുർബലരായി പോവും ചില മക്കളുടെ മുമ്പിൽ. ചുമ്മാ വിൽപ്പത്രം എഴുതി വെക്കും, അവസാനം അനാഥാലയത്തിൽ പോയി കിടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില ബലഹീനത, അപ്പൻ്റെ ദൗർബല്യം ആര് മുതലെടുത്തു? മകൻ മുതലെടുത്തു. ഇതാണ് പ്രശ്നം. അപ്പൻ്റെ ദൗർബല്യമാണ് മകൻ മുതലെടുത്തത്. അപ്പൻ്റെ ബലഹീനത അവൻ അറിഞ്ഞു. അതിൻ്റെ ബാക്കിപത്രം എന്താണ്? ഏസാവ് ചതിക്കപ്പെട്ടു, യാക്കോബ്, അല്ലേ, വെട്ടിപ്പിടിച്ചെടുത്തു. വെട്ടിപ്പിടിച്ചവൻ അവനെ ഉപയോഗിക്കാൻ പറ്റുമോ? ഏസാവിനെ യാക്കോബ് ചതിച്ചു. യാക്കോബിനെ ആര് ചതിച്ചു? ലാബാൻ ചതിച്ചു. അമ്മായിപ്പൻ അനിയത്തിയെ കാണിച്ച ചേടത്തിയെ ഇട്ടിച്ചു കൊടുത്തു. അന്നും ഉണ്ടായിരുന്നു ഈ പരിപാടിയൊക്കെ, അല്ലേ? എല്ലാ ചതിയും പണ്ട് തൊട്ടേ. നമ്മൾ ഈ യാക്കോബിൻ്റെ വംശപരമ്പരയെന്ന് വെച്ചാൽ ഭൂലോക തരികിടകളാണ്. യാക്കോബിൻ്റെ 12 ഗോത്രം, ഇസ്രായേൽ, അല്ലേ, ഭൂലോക തരികിട. അതിനെ കർത്താവ് എന്ത് ചെയ്തു? സ്വന്തം രക്തത്താൽ വിശുദ്ധീകരിച്ചു. 12 അപ്പസ്തോലന്മാർ അതിനെ ശിരസിൽ 12 നക്ഷത്രമായി കിരീടമായി ധരിച്ച സ്ത്രീ ആരാണ്? ഈ വെളിപാട് 12 സ്ത്രീ ഒരേ സമയം പരിശുദ്ധ ദൈവമാതാവാണ്, അതേസമയം പൂർണ്ണമായില്ല. അതേസമയം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഉദരത്തിൽ സംവഹിച്ച് ജീവനെ ശരീരം പകത്തുകൊടുത്ത് രക്തം കൊടുത്ത് ഭൂമിക്ക് തന്ന അമ്മ മാതാവ്. അതെ, പക്ഷേ ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ നമുക്ക് തരുന്നത് ആരാ? തൊറ്റുപോയി സഭ. തോറ്റുപോകലെന്ന് എനിക്കറിയാം. പ്രകോപിപ്പിച്ചാൽ നിങ്ങൾ ഉത്തരം പറയും. പ്രകോപിപ്പിക്കണം. ചങ്ങനാശ്ശേരിക്കാരെ പ്രകോപിപ്പിച്ചാലേ അവർ ഉത്തരം പറയുള്ളൂ. സഭാ മാതാവ്, മനസ്സിലായോ? എന്താണ് അവൻ്റെ ശരീരം? വിശുദ്ധ കുർബാന. ആരിലൂടെ വരുന്നു? സഭയിലൂടെ. ഞാനിപ്പോൾ ഒരു സഭയുണ്ടാക്കി ചങ്ങനാശ്ശേരി ചന്തയിൽ ചെണ്ട കൂട്ടിയാലും ആൾ വേണേൽ കൂടും,
അത്ഭുതം വേണേൽ നടക്കും. ഇതിനേക്കാൾ അത്ഭുതം ചിലപ്പോൾ അവിടെ നടക്കും. ഒരാളെന്നോട് പറയായിരുന്നു, പുറത്തോട്ടിറങ്ങി ചെണ്ട കൂട്ടി നോക്കുക, ഇരട്ടി അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു. എൻ്റെ അത്ഭുതമൊക്കെ നടക്കും അല്ലേ. പിശാച് പോലും പ്രഭാപൂർണനായ മലാഹായെ പോലെ നിന്ന് ഡാൻസൊക്കെ കളിക്കും, അത്ഭുതങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ ഓർക്കും തന്നെ ഈ പുള്ളിയുടെ പുറകെ കുറച്ച് പേര് പോയേക്കാമെന്നൊക്കെ ചിലപ്പോൾ ഓർക്കും. മനുഷ്യൻ്റെ കാര്യമല്ലേ, അങ്ങനെയൊക്കെ ഓർക്കും. ആരുടെയും കുറ്റമൊന്നുമല്ല. ആരെ പിടിച്ചാൽ ഊരെ പിടിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് മനുഷ്യൻ ഓടുന്നത് അല്ലേ. ആരെ പിടിച്ചാൽ രക്ഷപ്പെടും, താൽക്കാലികമായിട്ട് എവിടെ പോയാൽ രക്ഷപ്പെടും, മുട്ടുശാന്തി ഓടുകയാണ്. ഒരു സഹോദരി പറഞ്ഞാൽ എന്നാ വന്നാലും വേണ്ടിയില്ല, അത് എൻ്റെ കുടിയൊന്ന് നിർത്തിയാൽ മതിയെന്ന്. എങ്ങാണ്ട് പൊടിയുണ്ടെന്ന് കേട്ടാൽ പൊടി കിട്ടിയാലും മതിയെന്ന്. എന്നാ വേണ്ടാലും വേണ്ടിയില്ല, കുടിയൊന്ന് നിർത്തണം, എങ്ങാണ്ട് പൊടിയുണ്ടെന്ന്. ഞാൻ ചോദിച്ചാൽ ധ്യാനിക്കുന്നില്ലേ? ധ്യാനിച്ചൊക്കെ കൂടി മടുത്തു സാറേ, കണ്ടോ ഇനിയിപ്പോൾ പൊടിയിട്ട് നോക്കാം എന്നൊക്കെ ഒരു തോന്നൽ. എങ്ങനെയും രക്ഷപ്പെടുന്ന പെടട്ടെ, എങ്ങനെയും രക്ഷിക്കാൻ നോക്കുകയാണ് അല്ലേ. ആരുടെയും കുഴപ്പമൊന്നുമല്ലോ മക്കളെ, ഇതൊക്കെ അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അല്ലേ. അല്ല വേദനിക്കുന്നതിനല്ല, വേദനിക്കുന്നതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. ആരെ പിടിച്ചാൽ ഊരെ പിടിക്കാം. മനുഷ്യനിങ്ങനെ ഓടുന്നതിനൊന്നും മനുഷ്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. മനുഷ്യൻ്റെ ഓരോ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമാണ്. അപ്പോൾ എന്നാ സംഭവിച്ചു? യാക്കോബിൻ്റെ 12 ഗോത്രത്തെ കർത്താവ് വീണ്ടെടുത്തു. കർത്താവിന് 12, ഇപ്പം യാക്കോബിൻ്റെ 12 ഗോത്രങ്ങൾ, അതിനെ ശിരസിൽ മുൾമുടിയായി അണിഞ്ഞ സ്ത്രീ അതേസമയം പരിശുദ്ധ ദൈവമാതാവാണ്, അതേസമയം ബാക്കി പറ സഭാ മാതാവാണ്. വെളിപാട് പുസ്തകത്തിലെ സ്ത്രീ സഭാമാതാവാണ്. ആ സഭാമാതാവിനെയാണ് വെളിപാട് 12 കാണുന്നത് അല്ലേ. അനുസ്യൂതമായ ദൈവത്തിൻ്റെ വചനത്തെ, കലർപ്പില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് തരുന്നു. വചനം മാംസം ധരിച്ച് നമ്മുടെ മുമ്പിൽ വരുന്നു. ഇത് അപ്പത്തിൻ്റെ മേശ. ഇതിൻ്റെ മേശയാണ് പറവിള്ളേരെ മിണ്ടുകയില്ലേ. അപ്പത്തിൻ്റെ മേശ. അപ്പുറത്തോ അല്ലല്ല, നിങ്ങൾക്ക് അറിയാവുന്നറിയാൻ വേണ്ടി ഞാൻ തെറ്റിച്ച് പറഞ്ഞതാ. ഇത് വചനത്തിൻ്റെ മേശ. ചങ്ങനാശ്ശേരിയിൽ നിങ്ങളത് പറഞ്ഞില്ലെങ്കിൽ അടിയല്ലേ അല്ലേ. ഇത് വചനത്തിൻ്റെ മേശ. അപ്പുറത്തെന്താണ്? അപ്പത്തിൻ്റെ മേശ. അത് ലാറ്റിൻ ക്രമത്തിലും വചനത്തിൻ്റെ മേശയുണ്ട് അല്ലേ, വചനപീഠം ഉണ്ട് അവിടെയും. അപ്പത്തിൻ്റെ മേശ, അതിവിശുദ്ധ സ്ഥലം. വചനം മാംസം ധരിക്കുന്നു. വചനത്താൽ വീണ്ടെടുക്കപ്പെടുന്നവർ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു. എന്ത് ഭക്ഷിക്കാൻ? അപ്പം ഭക്ഷിക്കാൻ. അതിവിശുദ്ധ സ്ഥലത്തിൽ ആർക്കും പറ്റാൻ പറ്റുമോ? പൗരോഹിത്യത്തിന് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഞാൻ ഈ കുർബാനയ്ക്ക് കൂടുന്നയാളാണ്, ഞാൻ ഇങ്ങനെ നിൽക്കുള്ളൂ. അങ്ങോട്ട് കയറാൻ എനിക്കൊരു പേടിയാണ്. എൻ്റെ വികാരിച്ചൻ എൻ്റെ ഇടവ് വിളിക്കും, അങ്ങോട്ട് കയറിക്കൊള്ളാം. ഞാൻ വെച്ചാൽ എനിക്ക് ഇവിടെ നിൽക്കുന്ന ഒരു ധൈര്യം എന്ന് വെച്ചു. അതെന്താണെന്ന് എനിക്കറിയാം. എന്താണ് ഈ അതിവിശുദ്ധ സ്ഥലം എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് അകത്തോട്ട് കയറാൻ ഒരു പേടി. നമ്മളാരാന്ന് നമുക്കെല്ലാം അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുത്തൻ പറഞ്ഞ പോലെ അതരത്തിൽ സ്തോത്രവും ഹൃദയത്തിൽ സൂത്രവും അല്ലേ നമ്മളൊക്കെ അല്ലേ. അതരത്തിൽ സ്തോത്രം. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, എന്നെ എന്തിനാണ് കണ്ണൂരിട്ട് നോക്കുന്നത്? അതരത്തിൽ സ്തോത്രവും ഹൃദയത്തിൽ സൂത്രവും. മനുഷ്യൻ്റെ ഒരു അവസ്ഥ അങ്ങനെ ആയിപ്പോയി. എന്നാ ചെയ്യാനാണ്, നമ്മളൊക്കെ എങ്ങനെ ആയിപ്പോവുക. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് നമ്മുടെ പരിമിതികൾ അറിയാം. നമ്മുടെ പരിമിതികൾ അറിയാം. നീ നിൻ്റെ പരിമിതികൾ തിരിച്ചറിയുന്നിടത്താണ് കൃപ നിന്നിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. നീ നിൻ്റെ പരിമിതികൾ തിരിച്ചറിയുന്നിടത്താണ് കൃപ നിന്നിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നത്. കൃപ, അത് ഈ കൃപാസനത്തിൽ ചെല്ലുമ്പോൾ അച്ഛൻ പറയുന്നൊരു പോയില്ല, അച്ഛനോട് അങ്ങനെ അതിലെപ്പെടാം. നീ നിൻ്റെ കഴിവും യുക്തിയും ബുദ്ധിയും ആരോഗ്യമൊക്കെ വിട്ടുകൊടുക്കുമ്പോഴാണ് കൃപ, നോട്ട് ഓൺ മൈ മെറിറ്റ്സ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ് അല്ലേ. അവൻ്റെ കൃപ എന്നിൽ വരണമെങ്കിൽ ഇതാ ഞാൻ കർത്താവിൻ്റെ പെണ്ണുങ്ങൾക്കൊന്നും അറിയത്തില്ലേ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. നമ്മളാണുമ്പോഴോ ദാസൻ. എൻ്റെ ഇഷ്ടമല്ല, പപ്പാടെ ഇഷ്ടം നടക്കട്ടെ, ആമേൻ. സ്വർഗത്തിലെ അപ്പൻ്റെ ഇഷ്ടം നടക്കട്ടെ, ആമേൻ. ദൈവഹിതം എന്നിലൂടെ പൂർത്തിയാകാൻ ഞാൻ എന്നെ പൂർണ്ണമായി സറണ്ടർ ചെയ്യുന്നു. എൻ്റെ ബുദ്ധി, എൻ്റെ യുക്തി, എൻ്റെ ശ്രമങ്ങളും എല്ലാം ഞാൻ സറണ്ടർ ചെയ്യുന്നു. അപൂർണമായി അങ്ങോട്ടൊരു വിട്ടുകൊടുക്കൽ. അപ്പം അതിവിശുദ്ധ സ്ഥലം, വചനത്തിൻ്റെ മേശ, അപ്പത്തിൻ്റെ മേശ, ഇത് രണ്ടും നമുക്ക് തരുന്നത് ആരാണിന്ന്? സഭാമാതാവ്. കലർപ്പില്ലാത്ത വചനം, കലർപ്പില്ലാത്ത വചനം, വചനം മാംസം ധരിച്ച കർത്താവിൻ്റെ ശരീരം നമുക്ക് തരുന്നു. വിശുദ്ധ കുർബാന, തർക്കങ്ങളില്ലാത്ത വിശുദ്ധ കുർബാന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ അസ്വസ്ഥതയാണ് ഈ കയറി വരുന്നത് മുഴുവൻ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. 2 കാര്യങ്ങളെ തകർത്താൽ സഭയെ തകർക്കാൻ പറ്റും, ദൈവമക്കളെ തകർക്കാൻ പറ്റുമെന്ന് ആർക്കറിയാം? പിശാചിനറിയാം, പിശാചിനറിയാം. അതുകൊണ്ട് അവൻ 2 കാര്യങ്ങൾക്കിട്ടാണ് അടിക്കുന്നത്. ഒന്ന് വിശുദ്ധ കുർബാനയ്ക്കിട്ടാണ് കയറി അടിക്കുന്നത്. രണ്ടാമതിനാണ് അടിക്കുന്നത് മറിയത്തിനിട്ടാണ് കയറി അടിക്കുന്നത്. മറിയത്തിനിട്ടാണ് കയറി അടിക്കുന്നത്. മറിയം വേണ്ട, കുർബാനയും വേണ്ട. ഈ 2 കാര്യങ്ങളിലാണ് തർക്കം. ഇനി കുർബാന വേണോ? വേണമെങ്കിൽ കുറഞ്ഞ അടിയൊക്കെ നടത്തിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചിരുന്നു. 2 അടിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കഴിയുമ്പോൾ വേണേൽ പോയി ചായ കുടിക്കുന്നെന്ന് പറഞ്ഞ പോലെ ഇച്ചിരി സ്വീകരിക്കുക. അതാണോ ഈ പരിപാടി? അല്ല. നുറുങ്ങിയ ഹൃദയത്തോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അല്ലേ, 6-ാം അധ്യായത്തിൽ, കർത്താവേ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവൻ, ഞാൻ അശുദ്ധമായ അധരങ്ങൾക്ക് മധ്യേ വസിക്കുന്നവൻ ഞാൻ. പരസ്യ കുമ്പസാരം അല്ലേ, പരസ്യ കുമ്പസാരം. കർത്താവിൻ്റെ ചൈതന്യം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ആരാ വന്ന് നിൽക്കുന്നത്? യെശയ്യാ പ്രവാചകൻ. ചെറിയ ആളൊന്നും അല്ല, യെശയ്യാ.
പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ദേവാലയത്തിൽ എത്തുമ്പം സ്വന്തം പരിമിതികളെ ഓർത്ത് ഏശയ്യാ നിലവിളിച്ചു പോയി. അതിങ്ങനെയാണ്: ഞാൻ അശുദ്ധമായ അതരങ്ങൾ ഉള്ളവൻ. അതിൻ്റെ കാരണം എന്നാ? അശുദ്ധമായ അതരങ്ങൾക്ക് മദ്യയാണ് ഞാൻ വസിക്കുന്നത്. എന്ത് തുറന്നാലും മദ്യയാണ് ഞാൻ വസിക്കുന്നത്. 21 ആപ്പുകൾ പിള്ളേരെ വഴിതെറ്റിക്കാൻ ഇതിനകത്തുണ്ടെന്ന്. 21 ആപ്പുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അത് നമുക്കില്ല. നമുക്കാകെ ഒരു യൂട്യൂബും പ്രൈസലോടും ഹല്ലേലൂയയും 21 ആപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിള്ളേരെ തെറ്റിക്കാൻ വേണ്ടി. പിള്ളേരാണത് കയറിയാൽ അപ്പനും അറിയത്തില്ല, അമ്മയ്ക്കും അറിയത്തില്ല, മയങ്ങി നിങ്ങൾ നടക്കും. ഒരവസ്ഥ. ആരെയും പേടിപ്പിക്കാനൊന്നും പറയുന്നല്ലോ കേട്ടോ. ഇതാണ് അശുദ്ധമായ അതരങ്ങൾക്ക് മധ്യേ വസിക്കുന്നവൻ ഞാൻ. പരസ്യ കുമ്പസാരമായിരുന്നു. അപ്പം എന്നാ സംഭവിച്ചു? സ്വർഗത്തിൽ നിന്ന് സെറാഫുകളിലൊന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനലുമായി പറന്നു വന്നു. ഈ കരഞ്ഞ് നിലവിളിച്ച് സ്തുതിച്ചു പരസ്യ കുമ്പസാരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ നാവിൻ തുമ്പിലേക്ക് തീക്കട്ട വെച്ചു കൊടുത്തു. പ്രവാചകൻ സർവാംഗം ശുദ്ധിയുള്ളവനായി മാറി. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു. എന്താണ് ആ സ്വരം? ആരെനിക്കായി പോകും, ആരെയാണ് ഞാൻ അയക്കേണ്ടത്? അപ്പം യെശയ്യാ അത്ര നേരം തർക്കമായിരുന്നു. യെശയ്യാ സറണ്ടർ ചെയ്തിട്ട് പറഞ്ഞു, കർത്താവേ, ഇതാ ഞാൻ, എന്നെ അയച്ചാലും എന്താ എൻ്റെ യോഗ്യത? ഞാൻ സർവാംഗം ശുദ്ധിയുള്ളവനായിരിക്കുന്നു. അയക്കപ്പെടാനുള്ള യോഗ്യത സർവാംഗം, വീട്ടിലോട്ട് മടങ്ങിപ്പോകാനുള്ള യോഗ്യത സർവാംഗം. അപ്പോൾ ഇവിടെ തന്നെ കുടിക്കൂ. ഇതാ പ്രശ്നം. തിരിച്ചു പോകാൻ, റീച്ച് ഔട്ട്. എങ്ങോട്ടാണോ ഞാൻ അയക്കപ്പെടേണ്ടത് അങ്ങോട്ട് പോകാനുള്ള യോഗ്യത, സ്കൂളിലേക്ക് ടീച്ചർ പോകാനുള്ള യോഗ്യത സർവാംഗം ശുദ്ധിയുള്ളത്. ഇതിപ്പോൾ കാറ്റഗറിസം ടീച്ചേഴ്സിൻ്റെ പ്രോഗ്രാമാണ് ഞാൻ എൻ്റെ ഇടവപ്പള്ളിയിൽ. വികാരിച്ചൻ പറഞ്ഞു 10ാം ക്ലാസ് 12ലെ പിള്ളേരെ അവരുടെ പേരൻസിനെയും 11ലെ പിള്ളേരെ അവരുടെ പേരൻസിനെയും ഓരോരുത്തരെയായിട്ട് ക്ലാസ് വൈസ് പ്രായത്തിനനുസരിച്ച് സംഗതി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ പിള്ളേരുടെ ചിന്തകളെ. ഓരോ പ്രായത്തിനനുസരിച്ചുള്ള പേരൻസിനെ വിളിക്കാൻ പറഞ്ഞു. പിള്ളേരെ ഇരുന്നു കുറച്ച് നേരം സംസാരിച്ചു. എല്ലാവരും നല്ല പേരൻസ് ആവട്ടോ. എല്ലാവരും നിങ്ങളെപ്പോലെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പാണ് എൻ്റെ ഇടവപ്പള്ളിയിലുള്ള എല്ലാവരും തന്നെ. പക്ഷേ പലരും പറയുന്നൊരു കാര്യമുണ്ട്, വി ഡോണ്ട് നോ ഹൗ ടു മാനേജ് അവർ ചിൽഡ്രൻ. ഇംഗ്ലീഷിലാണ് പറയുന്നത്. എന്നർത്ഥം എന്നാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിള്ളേരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ കുഴപ്പമൊന്നുമില്ല, ഒരവസ്ഥ. പണ്ടത്തെ പോലെ അല്ലല്ലോ. പണ്ടെന്നായിരുന്നു വേദപാഠം അല്ലേ? പണ്ടത്തെ വേദപാഠം എന്നൊക്കെ പറഞ്ഞാൽ എന്നാ, 80% വീട്ടിലായിരുന്നു വേദപാഠം, 20% പള്ളിയിൽ. നമ്മുടെയൊക്കെ കുഞ്ഞുനാളിലല്ലേ? ആരായിരുന്നു നമ്മുടെ വേദപാഠ ടീച്ചർ? അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും. കേട്ടിട്ടുണ്ടോ? ഇല്ലേ? പറഞ്ഞു സംസാരിച്ചോണം. ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു തിരിച്ചു നടക്കാൻ. ആശാരിവർമ്മച്ചൻ എഴുതിയൊരു പാട്ടാ. അതായിരുന്നു പഴയ വേദപാഠം. 33 കൂട്ടം നമസ്കാരം. പണ്ടത്തെ ചാച്ചനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി മാറിയായിരുന്നില്ലേ? 7ാം ക്ലാസ് വരെയൊക്കെ നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾ ഇച്ചിരി പഠിച്ചു കാണും, ജൂനിയേഴ്സ് പഠിച്ചു കാണും, 12ാം ക്ലാസ്സൊക്കെ പഠിച്ചു കാണും. അതായിരുന്നു അന്ന്. 80% മതബോധനം, വിശ്വാസ പരിശീലനം എവിടെയായിരുന്നു? വീട്ടിലായിരുന്നു. 20% പള്ളി. കുമരകത്ത് പള്ളിയിലായിരുന്നു. ഒരു CMA അച്ഛനുണ്ട് പറയാം, കുമരകത്ത് പള്ളിയിലായിരുന്നു. കുടമാളൂരാണ് വന്നുകൊണ്ടിരുന്നത്. കുമരകം ടു കുടമാളൂർ 10-16 കിലോമീറ്ററാണ്. കണ്ടത്തിൻ്റെ വരമ്പേ കൂടെ പോവുക. ക്രിസ്മസിൻ്റെ അന്ന് 6 മണിക്കാണ് പുറപ്പെടുക, 12 മണിക്ക് പള്ളിയിലെത്താനായിട്ട് ചൂട്ടുമൊക്കെ ഇട്ടേച്ച്. അത് കഴിഞ്ഞാൽ കുമരകം, ഞാൻ ചങ്ങനാശ്ശേരി മുതലോട് ഏറിയായി പറയുന്നത്. ഒരു കഷ്ടമില്ലേ? പക്ഷേ എന്നാ ഉണ്ടായിരുന്നു? മതബോധനം എവിടെ ഉണ്ടായിരുന്നു? വീട്ടിലുണ്ടായിരുന്നു. വിശ്വാസം കൂടുതലായിരുന്നോ കുറവായിരുന്നോ? പണ്ട് ഹൈറേഞ്ചിലേക്ക് പോയവൻ ആദ്യം എന്നാ ചെയ്തത്? കഞ്ചാവ് കൃഷി ചെയ്തോ? ഇല്ല, കാട്ടിലെ തടി വെട്ടി. എന്നിട്ട് എന്നാ ഉണ്ടാക്കി? കുരിശുണ്ടാക്കി. അമ്മ മടിയിലിരുത്തി വരപ്പിച്ച കുരിശുണ്ടാക്കി. ആദ്യത്തെ ഷെഡ് കെട്ടി. എന്തിനാ? തേങ്ങ ഇലക്ക ഉണങ്ങാനോ? അല്ല, എന്നതാ? ഒരു വട്ടത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, കൊന്തയില്ലാൻ. ചങ്ങനാശ്ശേരി വന്നൊരു അച്ഛനെ കൊണ്ടുപോയി. പോകാൻ അച്ഛന്മാരില്ല, ഹൈറേഞ്ചല്ലേ. അങ്ങ് ഇടിക്കാതിന് ചങ്ങനാശ്ശേരി ചോദ്യം. വയസ്സിൽ എന്നൊരു അച്ഛന് പോകാൻ റെഡിയായി. കാരണം പുള്ളിക്കോട് ഒരു പള്ളി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളിയെ പ്രീസ്റ്റ് റൂമിൽ കണ്ടിരുത്തിരിക്കുകയായിരുന്നു. ഞാൻ റെഡിയാന്ന് പറഞ്ഞു. അന്നെ പൊക്കോളാൻ പറഞ്ഞു, കൊണ്ടുപോകാൻ പറഞ്ഞു. കാഞ്ചേരി ചെന്നപ്പം ബസ് അവിടെ നിന്നു. ഇനി മുന്നോട്ട് പോവുകയില്ല. 5 കിലോമീറ്റർ നിന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഞാൻ തിരിച്ചു പോകുമെന്ന്. ഇതുപോലെ സ്വർഗ്ഗം വന്ന അച്ഛനും ഓർത്തില്ല. എന്നാ ചെയ്തു? ചാക്കുണ്ടായിരുന്നു, ചാക്ക്. അച്ഛനെ ചാക്കി കയറ്റിയില്ല, കമ്പ് വെട്ടി ഇങ്ങനെ ഒരു മഞ്ചൽ പോലെ ഉണ്ടാക്കി അച്ഛനെ അതിൻ്റെ മേളിൽ വെച്ച് നല്ല ആരോഗ്യമുള്ള ചങ്ങനാശ്ശേരിയിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പാലായിൽ നിന്നും ഒക്കെ ഹൈറേഞ്ചിന് കയറിയ കാരണവന്മാർ അച്ഛനെ ചുമന്നുകൊണ്ടുപോയി. കാവുകാട്ടിയുധവനെ കണ്ട അച്ഛനെ കിട്ടണമെങ്കിൽ ചങ്ങനാശ്ശേരി സ്വാധീനമുള്ള അച്ഛൻ കാരണവർക്കെല്ലാം കിട്ടുള്ളൂ. അത് അന്നത്തെ കാലം. ഇന്നത്തെ പോലെ പിതാവിൻ്റെ തോളൊക്കെ ഇടാൻ നമുക്ക് പറ്റുമോ? തറയിൽ പിതാവ് വരുമ്പോൾ എല്ലാവരും തോളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് അല്ലേ? അന്നൊക്കെ പറ്റുമോ? ഇല്ല. ചുമന്നുകൊണ്ടുപോയി. ജോൺ പോൾ മാർപ്പാപ്പ എന്നാ പറഞ്ഞത്? വൈദികരെല്ലാം ചലിക്കുന്ന സക്രരിയാണ്.
അവർക്കറിയായിരുന്നു സക്രാരി ഇല്ലെങ്കിലും ചുമന്നുകൊണ്ട് പോകുന്നത് എന്തിനെയാ? സക്രാരിയ. വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ അല്ലേ? വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ. ഒരു തലമുറ കെട്ടിട്ടും കെട്ടുപോകാതെ അല്ലേ? ധ്യാനകേന്ദ്രങ്ങളൊന്നുമല്ലോ ഉണ്ടോ? ഇല്ലപ്പാ, ഒന്നുമില്ല. ഒരു വലിയ അഭിഷേകമായിരുന്നു അല്ലേ? ഇതാണ് സംഭവം. അപ്പം വെളിപാട് 12 പറയുന്ന സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ ആരാണ്? ഒരേ സമയം പരിശുദ്ധ അമ്മയാണ്, അതേസമയം ദൈവമാതാവാണ്. വായിച്ചേയും ശിരസിൽ 12 നക്ഷത്രമുള്ള കിരീടങ്ങൾ. അടുത്ത വായിച്ചേയും. ഗർഭിണിയാണ്. പ്രസവവേദനയാൽ അവർ നിലവിളിച്ചു, പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. വെളിപാട് 12 കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിനും ശേഷം അല്ലേ? പാത്മോസ് ദ്വീപിലിരുന്ന യോഹന്നാൻ ശ്ലീഹ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ജീവനോടെ ഈ ഭൂമിയിൽ നിന്ന് പോയത്. ചിലർ മരിച്ചു പോയിട്ടില്ലെന്ന് വരെ ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിശ്വാസമോ ഉണ്ടെന്നാണ് പറയുന്നത്. ആ രക്തസാക്ഷിത്വം മരിക്കാത്ത ഏക ശ്ലീഹ പാത്മോസ് ദ്വീപിലിരുന്ന യോഹന്നാൻ ശ്ലീഹയ്ക്ക് വെളിപ്പെടുത്തിയ വെളിപാടുകളാണ്. കർത്താവ് വന്നു, പീഡകൾ സഹിച്ചു, കുരിശിൽ മരിച്ചു, ഉദ്ധാനം ചെയ്തു പോയി. എന്നിട്ടും ആ സ്ത്രീ പ്രസവവേദനയാൽ നിലവിളിക്കുന്നു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങുന്നു. എന്താ പ്രശ്നം? കാലിത്തൊഴുത്തിൽ കുഞ്ഞിനെ പ്രസവിക്കാൻ നേരത്ത് അമ്മ കരഞ്ഞോ? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, എൻ്റെ ഇഷ്ടമൊന്നുമല്ല എൻ്റെ മകൻ കന്നുകാലിക്കൂട്ടില്ല വളരേണ്ടത്. കാരണം ഇവൻ അഡ്രസ്സ് ഇല്ലാത്തവൻ്റെ ദൈവമാണ്, പെരുവഴി കിടക്കുന്നവൻ്റെ ദൈവമാണ്. ആര്? പറപിള്ളേരെ. വീടുണ്ടായിട്ടും വീട്ടിൽ കിടക്കാൻ പറ്റാത്തവരുടെ ദൈവമാണ് ക്രിസ്തു. വീടുണ്ടായിട്ടും വീട്ടിൽ സമാധാനം ഇല്ലാത്തവരുടെ ദൈവമാണ് പറപിള്ളേരെ. വീടുണ്ടായിട്ടും എല്ലാം ഉള്ളവരുടെ ദൈവം ആണോ ക്രിസ്തു? ഇല്ല. എനിക്കെന്നാ കുഴപ്പം? ഇനി എപ്പോഴും ഇതിനെ പള്ളിയിൽ പോകുന്നത്? ഒരേപോലെ പണിയും നോക്ക് ഉണ്ടോ? എങ്ങനെ ജീവിച്ചാലും കണക്കാ, അങ്ങനെയൊക്കെ പറയാറില്ലേ? എനിക്കൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നില്ലേ? അപ്പോൾ പ്രിയമുള്ളവരെ, പെരുവഴിയിൽ വീണവൻ്റെ ദൈവമാണ് ആര്? ക്രിസ്തു. മറിയത്തിനറിയായിരുന്നു, തർക്കങ്ങളൊന്നുമില്ല. എൻ്റെ പൊന്നു മനുഷ്യ, 9 മാസം 9 ദിവസം ഇയാൾ എന്നാ നോക്കിക്കൊണ്ടാ എന്നെയും പൊക്കിക്കൊണ്ട് ബെത്ലഹേമിലോട്ട് വന്നെന്ന് ചോദിച്ചാൽ യോസേപ്പ് പിതാവ് പോയി തൂങ്ങിച്ചാകുകയില്ലേ? റെയിൽവേ ട്രാക്കിൽ പോയി തല വെക്കുകയില്ലേ? ഇല്ലേ? യോസേപ്പ് പിതാവ് ആരാ? നീതിമാൻ. ആരോട്? ദൈവത്തോടും മനുഷ്യരോടും. ഒരേ സമയം ദൈവത്തോട് നീതിമാൻ, അതോടൊപ്പം ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നീതിമാൻ. പേരെഴുതാൻ പോവുകയാണ്. ഇന്നത്തെ കാര്യം പറഞ്ഞാൽ ആധാർ കാർഡ് എടുക്കാൻ പോയെന്നൊക്കെ പറഞ്ഞൊരു പരിപാടി അല്ലേ? പോവുകയാണ് 9 മാസം 9 ദിവസം. ഒരു മുറി പോലും സംഘടിപ്പിക്കാൻ പറ്റാതെ പോയൊരു ഭർത്താവ് അല്ലേ? സ്വന്തം ഭാര്യയ്ക്കൊരു സുരക്ഷിതത്വം കിട്ടേണ്ട ദിവസം ഒരു മറപ്പര കെട്ടാൻ പറ്റാതെ പോയവൻ്റെ പേരാണ് ജോസഫ്. എന്തുകൊണ്ടാണ് ജോസഫ് ആ സഹനത്തിലൂടെ പിടിച്ചു നിന്നത്? മറിയമെല്ലാം ഹൃദയത്തിൽ ഈ സംഭവിക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ എന്തോ ദൈവിക പദ്ധതിയുണ്ട്. അങ്ങനെ ഒരു മറിയം ചിന്തിച്ചാൽ ആ കുടുംബം എന്തായി മാറും? തിരുക്കുടുംബം. അപ്പനെടുത്ത തീരുമാനം, ഇയാടെ ഒരു ദൈവം, ഇയാടെ ഒരു പ്രാർത്ഥന, പള്ളി, വീടെങ്ങനെ പോകുന്നു എല്ലാം ചോദിച്ചോ? എവിടെ മുറി, എവിടെ ആശുപത്രി? തിരുക്കുടുംബം അല്ലേ? യോഹന്നാൻ സ്ലീഹായ്ക്ക് കിട്ടുകയാണ്. അവൾ ബേത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ കുഞ്ഞിനെ എടുത്ത് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു കിടത്തുമ്പം അമ്മ കരഞ്ഞില്ല. ഇന്ന് അമ്മ കരയുന്നു. മകനിന്ന് പറക്കേണ്ടത് എവിടെയാ? ഈശോ ഇന്ന് പറക്കുന്നത് എവിടെയാ? കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ. പാട്ട് നല്ലതാ, പക്ഷെ എവിടെയാ പറക്കേണ്ടത്? കേട്ടില്ല. ഹൃദയത്തിൽ. മനസ്സിലല്ല, ഹൃദയത്തിൽ. ഈ പിറക്കേണ്ട ഹൃദയം എങ്ങനെയാണ്? അതാണ് അമ്മ കരയുന്നത്. എൻ്റെ മകനെ കിടത്തേണ്ട ഹൃദയം എന്തവസ്ഥയില്ല? പക, വിദ്വേഷം, വെറുപ്പ്, പോര്, കുത്തിമറിച്ചിൽ, തലം കുത്തിമറിച്ചിൽ, യുക്തി, ബുദ്ധി. അമ്മ കരയുന്നു. സ്വന്തം മകന് പിറന്നു വീഴേണ്ട ഹൃദയങ്ങൾ പാപഭംഗിലമായി കിടക്കുന്നത് കണ്ട് അമ്മ കരയുന്നു. അതുകൊണ്ട് കരച്ചിൽ കാണാൻ വേണ്ടി ഓടിയിട്ട് ഒരു കാര്യം ഓടണമെന്ന് കാര്യമില്ലെന്നേ. കണ്ണുനീരൊക്കെ വരുന്നു. നമ്മൾ അത് ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ കണ്ടുവച്ചാൽ അവിടുന്ന് താഴെ ഇറങ്ങി ബിസ്ക്കറ്റും കാപ്പിയെ കുടിച്ചിട്ട് നമ്മളിങ്ങി പോരും അല്ലേ? ചായക്കട കയറി മസാല ദോശ കഴിച്ചിട്ട് നമ്മളിങ്ങി പോരും. വല്ല കാര്യമുണ്ടോ? എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ഓരോ വെളിപ്പെടുത്തലും. എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ. അപ്പോൾ വെളിപാട് പുസ്തകത്തിൽ അന്ന് കണ്ടത് ഇന്നും ആവർത്തിക്കുന്നു. സ്വന്തം മകൻ പിറന്നു വീഴേണ്ട മനുഷ്യഹൃദയങ്ങൾ പാപമംഗലമായി കിടക്കുന്നത് കണ്ട് അമ്മ കരയുന്നു. സഭാമാതാവ് കരയുന്നു. മനസ്സിലാവുന്നുണ്ടോ? സഭാമാതാവ് കരയുന്നു. മുരിക്കൻ പിതാവ് പോയി നല്ല തണ്ണി പോയി തന്നെ ഇരുന്ന്
പറ പിള്ളേരെ, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ചങ്ങനാശ്ശേരിക്കാര്, നിങ്ങളിതൊന്നും അറിയണ്ട, ഇങ്ങോട്ട് വാ. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് കരുതി ഇവിടെ ഇരിക്കുന്ന പിതാവ് മോശമല്ല, കരയുന്നു. പിതാക്കന്മാരുടെ വാക്കുകളെല്ലാം നമുക്കറിയാമല്ലോ. ഫ്രാൻസിസ് മാർപ്പാപ്പ കരഞ്ഞിട്ട് പോയി. ഇപ്പോഴത്തെ മാർപ്പാപ്പായും പറ ദിവ്യകാരുണ്യമായിട്ട് റോമിലൂടെ പാഞ്ഞു നടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ്റെ അവസ്ഥ കണ്ട്, മനുഷ്യൻ്റെ അവസ്ഥ കണ്ട്. ഹല്ലേലൂയ. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള മെത്രാനച്ചൻ നമ്മുടെ മെത്രാപ്പൊലീത്താണെന്ന് പറയുന്നു. ശരിയാ, ഞാനും നോക്കിയായിരുന്നു. അതിനാ മെത്രാപ്പൊലീത്ത നല്ല ശാന്തമായിട്ട് പറയുന്നതുകൊണ്ടാണോ? പറയുന്നതിനകത്ത് എന്തോ സംഭവം, ഒരു തീയുണ്ട്. ആധുനിക കാലത്തെ യുവത്വത്തോടും ലോകത്തോടും സഭയോടും സംവദിക്കുകയാണ് കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ അങ്ങ് കിടന്നപ്പോൾ അങ്ങയുടെ അമ്മ കരഞ്ഞില്ല. ഇന്ന് പരിശുദ്ധ അമ്മ സഭാമാതാവ് കരയുന്നു, നെടുവീർപ്പെടുന്നു. അങ്ങ് പിറക്കേണ്ട എൻ്റെ ഹൃദയം മനുഷ്യഹൃദയം ആയിരിക്കുന്ന പരിതാപകരമായ അവസ്ഥയോർത്ത് കരയുമ്പോൾ ആ കരച്ചിലിനോട് ചേർന്ന് കർത്താവേ, പൗലോസ്ലീഹയെ പോലെ ഞാനും ഏറ്റുപറയുന്നു, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ക്രിസ്തു നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ പിറക്കുന്നതുവരെ ഒരു ഈറ്റുനോവ് നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ ഓർത്ത് കരയുന്നവർ, പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ ക്രിസ്തു നിറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവെ സ്തുതിക്കുന്നു. സഭയുടെ സങ്കടത്തോട് ചേർന്ന്, മാതാവിൻ്റെ ദുഃഖത്തോട് ചേർന്ന്, വ്യാകുലങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെയാണ് ഈ കണ്ണുനീരിൻ്റെ രഹസ്യം. സഭാമാതാവ് കരയുന്നു. ബാക്കി വായിച്ചേ. അഗ്നിമയനായ സർപ്പം, അവിടെയാണ് ആരംഭം. വായിച്ചേ. 7 10 വെളിപാട് പുസ്തകത്തെക്കുറിച്ച് ജേക്കബ് തെക്കേമുറിച്ചിൻ്റെ ഒരു പുസ്തകമുണ്ട്, വെളിപാടിലെ സമസ്യകൾ. റെഫറൻസാണ്, ആർക്കെങ്കിലും വേണേൽ നോക്കാം. വെളിപാടിലെ സമസ്യകൾ. ഈ അക്കങ്ക അക്ഷരത്തിനുമൊക്കെ ഒത്തിരി പ്രതീകങ്ങളാണ്. വായിച്ചു. ആ, കിരീടങ്ങൾ. ഭൂമിയിലേക്ക് എറിഞ്ഞു. സ്വർഗത്തിൽ ആയിരിക്കേണ്ടതിനെ വാരിക്കൂട്ടി പിശാച് ഭൂമിയിലേക്ക് എറിയുന്നു. സ്വർഗത്തിലായിരിക്കേണ്ടതിനെ വാരിക്കൂട്ടി പിശാച് എങ്ങോട്ട് എറിയുന്നു? ഭൂമിയുടെ ദുരന്തങ്ങളിലേക്ക്. സ്വർഗം പോലെ ജീവിച്ച കുടുംബത്തിലെ മക്കളെ വാരിക്കൂട്ടി എങ്ങോട്ട് എറിയുന്നു? മയക്കുമരുന്നിലേക്ക്. സ്വർഗം പോലെ ജീവിച്ചതാ, സ്വർഗം പോലെ ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാർ. അല്ല, എന്തോ ഒരു സ്നേഹമായിരുന്നു. തട്ടിക്കൊണ്ടുപോയി ഭർത്താവിനെ കൂട്ടുകാരൻ, വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയുടെ ആഘോഷങ്ങളിലേക്ക് എറിഞ്ഞു. ഭാര്യയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച ഭർത്താവ് മക്കൾക്ക് വേണ്ടിയും അവളെ വാരിക്കൂട്ടി എറിഞ്ഞു. ഓരോ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. വാരിക്കൂട്ടി എറിയുന്നു ഭൂമിയിലേക്ക്. സ്വർഗത്തിലായിരിക്കേണ്ടതിനെ വാരിക്കൂട്ടി ഭൂമിയുടെ ദുരന്തങ്ങളിലേക്ക് സാത്താൻ എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വായിച്ചേ. കണ്ടോ, എവിടെ വചനം മാംസം ധരിക്കുന്നു, എവിടെ വചനം മാംസം ധരിക്കുന്നു അതിനെ വിഴുങ്ങാൻ, ദിവ്യകാരുണ്യത്തെ വിഴുങ്ങാൻ. മനസ്സിലാവുന്നുണ്ടോ? സർപ്പം കാത്തു നിൽക്കുന്നു. ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കുന്നയാളെ വിഴുങ്ങാൻ കർത്താവ് സർപ്പം കാത്തിരിക്കുന്നു. വായിച്ചേ. ആൺകുട്ടിയെ പ്രസവിച്ചു. യെസ്, കർത്താവിൻ്റെ അധികാരം, രാജത്വം, ചെങ്കോല്, അല്ലേ, ഇതാ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. വായിച്ചേ. അവൻ സംഭവിക്കപ്പെട്ടു, സ്വർഗത്തിലേക്ക് ഭൂമിയിൽ വന്ന്, അല്ലേ, ബലിയർപ്പിച്ച് യുഗാന്ത്യം വരെ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയുള്ള എന്നേക്കുമായിട്ടുള്ള ബലി. ഡു ഇറ്റ് ഇൻ മെമ്മറി ഓഫ് മീ, അല്ലേ, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒത്തുചേരുമ്പം ബലി അർപ്പിച്ചുകൊണ്ടേയിരിക്കണം. ആ ബലിയിലൂടെ വീണ്ടെടുക്കപ്പെടേണ്ട രഹസ്യം പറഞ്ഞിട്ട് അവൻ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു. അടുത്തത് മരുഭൂമി. ഒന്നുമില്ലാത്തൊരു മരുഭൂമിയിലേക്ക് സഭാമാതാവ് എറിയപ്പെട്ടു. സഭയുടെ പ്രവാസകാലം. വായിച്ചു. അതെ, പീഡനകാലം ഉണ്ടായിരുന്നു. സഭയ്ക്കൊരു പീഡനകാലം പറഞ്ഞേ. നിങ്ങൾ വായിച്ചിട്ടില്ലേ പീഡനകാലം? ആദ്യ ക്രൈസ്തവ സമൂഹം ഇങ്ങനെ ഇരിക്കാൻ പറ്റുമായിരുന്നോ? പിടിച്ചുകൊണ്ട് തിളച്ച എണ്ണയിലിടുമെന്ന്. തിളച്ച എണ്ണയിൽ. അല്ല പിന്നെ എന്നായും കൈയും കാലും വെട്ടും, പന്തം പോലെ നാട്ടിൽ നിർത്തി കത്തിക്കും. ദേ, എനിക്കൊരു സംഗതി എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അത് നിങ്ങളിപ്പം ഈ ക്ലാസ് ഉണ്ടോ, അത് തമ്പുരാൻ ക്രമീകരിക്കുന്നതുണ്ടോ ഇതൊക്കെ ഇങ്ങനെ കിട്ടുന്നേ? ഇതുണ്ടോ?
അറേബ്യൻ മണ്ണിൽ രക്തസാക്ഷികളായ 40,000-ഓളം പേരുടെ രക്തം വീണ മണ്ണിൻ്റെ തിരുശേഷിപ്പാണിത്. എനിക്കിത് തന്നത് സൗദി അറേബ്യയിൽ ജനിച്ച ഒരു പെൺകുട്ടി. അപ്പനും അമ്മയും ഹൈന്ദവരായിരുന്നു. അവരിതുപോലെ പോലെ ധ്യാന കേന്ദ്രത്തിലൊക്കെ വന്ന് ധ്യാനം കൂടി, ഈ നാട്ടുകാരല്ല, മലയാളികളാണ്, പക്ഷെ വടക്കേ ഇന്ത്യയിലായിരുന്നു. ധ്യാനം കൂടി കർത്താവിനെ കിട്ടി. അവർ സൗദി അറേബ്യയിൽ ജോലിക്ക് പോയി. ഈ കുഞ്ഞവിടെ ഉണ്ടായി, അവിടെ വളർന്നു, ജനിച്ചു വന്ന് മലയാളി പെണ്ണായിട്ട് തന്നെ ജീവിച്ചു. വളർന്നവളെ മാമോദിസ മുഖ്യമാണ് വളർത്തിയത്. അവൾ അവിടുന്ന് ഇപ്പം PhD ഉണ്ട് കുട്ടിക്ക്, PhD ഒക്കെ ഉള്ള വലിയ മിടുക്കി കുട്ടിയാണ്. അവളൊരു പ്രീ മാരേജ് കോഴ്സ് കഴിഞ്ഞപ്പം എനിക്ക് കൊണ്ടുവന്നൊരു സമ്മാനം തന്ന, ചേട്ടാ സാറിന് ഇരിക്കട്ടെ സാറേ, അരത്താസ് രക്തസാക്ഷികൾ. അവരുടെ 1500 വർഷം മുമ്പ് ഒരു പ്രദേശത്ത് വിശ്വാസത്തിൻ്റെ പേരിൽ ശിരച്ഛേദം ചെയ്യപ്പെട്ടവർ, വാളിനിരയാക്കപ്പെട്ടവർ, കത്തിച്ചവർ, മനസ്സിലായോ? കൈയും കാലും വെട്ടിക്കൂട്ടിയിട്ട് കത്തിച്ചു. അവരുടെ രക്തം വീണ മണ്ണ് തിരുശേഷിപ്പ് എനിക്ക് കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നൊരു പ്രബോധനങ്ങളും ഒരു ധൈര്യവും ഒക്കെ എന്നാണെന്നറിയോ ഇത് കയ്യിലുള്ളപ്പം. ഹല്ലേലൂയ. രക്തസാക്ഷികൾ. നമ്മളെന്നാ പ്രശ്നം? പള്ളിയിൽ പ്രസംഗം നീളുകയാണല്ലോ, വലിയേ അല്ലേ? പ്രസംഗം നീളുക, പ്രസംഗമല്ലേ? എന്താ വചനം മുറിക്കപ്പെടുന്നു, ഒരു പ്രശ്നവും ഇല്ല. പിന്നെ പള്ളിക്കകത്ത് ഉന്തും തള്ളുമല്ലേ, ഉന്തും തള്ളുമില്ലേ? ആരും കളിയാക്കുന്നതല്ലേ മക്കളെ? വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വിശ്വസ്ഥലത്ത് നിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തസാക്ഷികൾ നമ്മെ വെല്ലുവിളിക്കുന്നു. നിനക്ക് കിട്ടിയ സ്വാതന്ത്ര്യം, സന്തോഷം. വായിച്ചു, അടുത്ത് വായിച്ചു, അതിനകത്ത് വരുന്നുണ്ട്, കയറി വരുന്നുണ്ട്. യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. ആരുടെയായിരുന്നു വിജയം? മിഖായേൽ വിജയിച്ചു. സ്വർഗത്തിൽ ഇടമില്ലെന്നായി. ഔട്ട്, അവിടുന്ന് ഔട്ട്, പർദീസയിൽ നിന്ന് ഔട്ട്. അടുത്തത് സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം എങ്ങോട്ട് വലിച്ചെറിയപ്പെട്ടു? അവൻ മാത്രമേ ഉള്ളോ? അവനോടുകൂടെ അവൻ്റെ ദൂതന്മാർ, കുട്ടിപ്പിശാശുക്കളും. വലിയവർക്ക് വലിയ പിശാശ്, പിള്ളേർക്ക് കുട്ടിപ്പിശാശ്. ഇന്നലെ വരെ കൊച്ചിന് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതെന്നാ പിശാശാന്ന് അറിയത്തില്ല. കണ്ടോ, ടൗണിൽ വരുന്ന പോയിച്ച് വന്നതേ ഉള്ളൂ. ഒരു ടൂറ് കഴിഞ്ഞ് കൊച്ചു വന്നപ്പോഴേ കൊച്ച് എന്നായി മാറി. ഈ ചാവറയച്ചൻ്റെ നല്ലയപ്പൻ്റെ ചാവുരുൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിക്കുന്ന നല്ലതാണ്, ഒരു കുഞ്ഞു പുസ്തകമാണ്, അത് വായിക്കുന്ന നല്ലതാണ്, വീട്ടിലൊക്കെ മേടിച്ച് വെക്കുന്ന നല്ലതാണ്. എൻ്റെ വല്യപ്പൻ്റെ പുസ്തക ശേഖരത്തിലുണ്ടായിരുന്നു ആ പുസ്തകം, നല്ലയപ്പൻ്റെ ചാവുരുൾ. അതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, പിള്ളേരെ വേറെ വീട്ടിലോട്ടൊക്കെ വിടുന്നത് വളരെ സൂക്ഷിച്ചു വേണം. വിട്ടാൽ പിള്ളേർ അങ്ങോട്ട് പോകുന്നത് മാലാഹമാരായിട്ട്, ഇങ്ങോട്ട് വരുന്നത് പിശാചുക്കളായിട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാലും നീ പൊക്കോ എതിരെയിലെന്നും പറഞ്ഞുകൊണ്ടാ വിടുന്നത്. വീട്ടിലെ സ്വൈര്യം, വീട്ടിൽ സ്വൈര്യം ഉണ്ടാകട്ടെ, പോ എങ്ങോട്ടേലും നോക്കി നിങ്ങൾ. പിള്ളേർ പോകുന്നത് മാലാഹമാരായിട്ട്, മടങ്ങി വരുന്നത് പിശാചുക്കളായിട്ട്. 2000 വർഷം മുമ്പ്, അല്ല 200 വർഷം മുമ്പ് ചാവറയച്ചൻ എഴുതുക. അന്ന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നോ? ഓർത്ത് നോക്കിക്കേ, ഇതൊക്കെയാണ് നമ്മുടെ പാരമ്പര്യങ്ങൾ. ഇന്ന് ഇവിടെ എന്താ അവസ്ഥ? എന്തൊരവസ്ഥയായില്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിവാദമാകുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക, ചില കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് വായിച്ചേ, മിഖായേൽ യുദ്ധം ചെയ്തു. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം കേട്ടു. അലമ്പെല്ലാം വീട്ടിൽ നിന്ന് പോയി, വീട്ടിൽ സമാധാനമായി. സ്വർഗത്തിൽ അതല്ലേ അർത്ഥം? സ്വർഗത്തിൽ നിന്ന് സകല പിശാചുക്കളും പിഴച്ച മാലാഹ മുഴുവൻ ഭൂമിയിലേക്ക് പോയി. ലൂസിഫറിൻ്റെ നേതൃത്വത്തിൽ പോയി. അവനോടുകൂടെ അവൻ്റെ കുട്ടിപ്പിശാചുകളെല്ലാം പോയി. ഇപ്പം വീട്ടിൽ എന്തോ ഒരു സമാധാനം. ചില വീട്ടിൽ പറയല്ലേ, എല്ലാം പോയി കഴിഞ്ഞപ്പോൾ എന്തൊരു സമാധാനമാണ് വീട്ടിൽ. വീതം വെച്ചിട്ട് കൂടുതൽ കൊടുത്താലും പോയി, പോട്ടെ, വീട്ടിൽ സമാധാനം ഉണ്ടല്ലോ. ഉള്ള കഞ്ഞിയും കുടിച്ച് നമുക്ക് പറ. നിങ്ങൾ കഞ്ഞിയല്ല, നിങ്ങൾ നൂഡിൽസാണ് കഴിക്കുന്ന, പോടുന്നു. ഉള്ള കഞ്ഞിയെ കുടിച്ച് അറിയാവുന്ന കുരിശോ കുറിച്ച് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാമല്ലോ, പായ കിടന്നുറങ്ങാമല്ലോ. അല്ലെന്നല്ലേ പണ്ടെന്നതായിരുന്നു, AC യും ഫാനും ഉണ്ട്, പക്ഷെ ഉറക്കാൻ പറ്റുന്നില്ല. അലമ്പുറത്തില്ലേ? ഓരോ ഫോൺ വരുമ്പോഴും ഞെട്ടുകയായിരുന്നു, ഓരോ വണ്ടി വരുമ്പോഴും ഞെട്ടലായിരുന്നു. നിങ്ങൾക്ക് അതിലുണ്ടോ?
ഇല്ല, നിങ്ങൾ നല്ല മനുഷ്യരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു കാലം ഇപ്പാണ്ട് ഒരു പ്രശ്നമില്ല, സമാധാനമായി സ്വർഗത്തിൽ. പക്ഷേ ഭൂമിയിലോ അത് തുടങ്ങിയ പരിപാടി. വായിച്ച് എല്ലാം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ടാക്സിയും വിളിച്ച്. നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും ദൈവസമക്ഷം പഴി പറയുകയും ചെയ്തവർ വലിച്ചെറിയപ്പെട്ടു. കേട്ടോ, ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ. മനസ്സിലായോ? സാത്താൻ അവിടുന്ന് ഇങ്ങോട്ട് പോരുന്ന കൂടെ കുറേ എണ്ണത്തിനെ ഇങ്ങോട്ട് തട്ടി ഇടുന്നുണ്ട്. ഇപ്പം സാത്താൻ ഒരു വീട്ടിൽ കയറി നിരങ്ങിയാൽ ഇതുപോലെ പ്രാർത്ഥനയും കൂതാശയും കുമ്പാനയും ഒക്കെ ആയിട്ട് നിൽക്കുന്നതിനെയൊക്കെ പിടിച്ച് തൊടാൻ പറ്റുമല്ലോ. പക്ഷെ ദുർബലരെ അടിക്കും, വാരിയെറിയും. ചങ്ങനാശ്ശേരി ചെന്നെന്ന് പോയി പറക്കേണ്ടി വരും, അവന് തൊട്ടടുത്താ. അല്ലെ മറൈൻ ഡ്രൈവിൽ പോയി പറക്കേണ്ടി വരും, അല്ലെ ബാംഗ്ലൂർ പോയി പറക്കേണ്ടി വരും. പേടിപ്പിക്കുന്നൊന്നുമല്ല. വണ്ടി പിടിച്ചങ്ങ് കാനഡ വരെ പോകേണ്ടി വരും പറക്കാൻ. അവൻ വലിച്ചെറിയാണ് ദൂരത്തേക്ക്. വലിച്ചെറിയപ്പെട്ടു. വായിച്ചേ. വലിച്ചെറിയപ്പെട്ടവർ രക്ഷപ്പെടാനുള്ള വഴി ശ്രദ്ധിച്ചു കേട്ടോ. എന്നോട് വായിച്ചേ. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും സാത്താൻ്റെ മേൽ വിജയം നേടി. ജീവൻ നൽകാനും അവർ ഇതാരാ രക്തസാക്ഷികൾ. ജീവൻ നൽകാനും അവർ തയ്യാറായി. കണ്ടോ? ഡു ഓർ ഡൈ. ഒന്നെങ്കിൽ ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ മരിക്കുക. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം ഉറക്കെ പറ, മരണം നേട്ടം. ജീവൻ നൽകാനും അവർ തയ്യാറായി. അടുത്ത വായിച്ചേ. സ്വർഗമേ അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. കാർമൽ മൗണ്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ, മുന്നാസ്വാദനം അനുഭവിക്കുന്നവരെ നിങ്ങൾ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയിലും കടലിലും പെട്ടുപോയവരെ നിങ്ങൾക്ക് ദുരിതം. അടുത്തത്. അധികം കാലം ഭൂമിയിൽ ഇല്ല എന്നറിയാവുന്ന പിശാച് നിങ്ങളുടെ അടുത്തേക്ക് പിശാച് ഇറങ്ങിയിട്ടുണ്ട്. പേടിക്കൊന്നും വേണ്ട, രക്ഷപ്പെടാനുള്ള വഴി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ബാക്കിയുടെ കേട്ടെ. ഈ പിശാച് എങ്ങോട്ടാണ് വരുന്നെന്ന് നോക്കിക്കേ. കണ്ടപ്പോൾ സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. മാതാവിനെതിരെ, പിന്നെ മാതാവിനെതിരെ, പിന്നെ സഭയ്ക്കെതിരെ പിശാച് സകല അഭ്യാസം എടുക്കുക. തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂടെ വഴിതെറ്റിക്കുക. സഭയ്ക്കെതിരെ ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങളല്ലേ. കുഞ്ഞു മനുഷ്യരുടെ പിടിവാശിയൊക്കെ ഭയങ്കര പിടിവാശിയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ. സഭയ്ക്കെതിരെ. വായിച്ചേ. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വൻ കഴുകൻ്റെ ചിറകുകൾ അവൾക്ക് നൽകപ്പെട്ടു. കുറേ കാലത്തേക്ക് ഭൂമി ഈ സഭ പമ്മിയിരിക്കുക. സമയത്തിൻ്റെ പകുതിയും കുറേ കാലത്തേക്ക് എങ്ങോട്ടോടിയാലും സഭ അവിടെ സംരക്ഷിക്കപ്പെടും. നിങ്ങൾക്കറിയാമല്ലോ, അണ്ടർഗ്രൗണ്ട് ചർച്ച് കേട്ടിട്ടുണ്ടോ? സൗദി അറേബ്യയിൽ പോയിട്ടുള്ളവർക്ക് ഒന്ന് കൈവക്കുകയെ. ആരെങ്കിലുമൊക്കെ നാട്ടുകാരുണ്ടോ? നിങ്ങളുടെ സ്വന്തക്കാരെങ്കിലുമൊക്കെ ഉണ്ടോ അവിടെ സൗദി അറേബ്യയിൽ? ഒന്ന് ചോദിച്ചു നോക്കുകയെ. അവിടെയുള്ള സഭയുടെ പേരാണ് അണ്ടർഗ്രൗണ്ട് ചർച്ച്. നമ്മുടെ അച്ഛന്മാരവിടെ മേസ്രിപ്പണിക്കാരും ഫിറ്റർമാരും വെൽഡർമാരും ഒക്കെ ആയിട്ടാണ് വിസായി പോകുന്ന കുർബാന ചെല്ലാൻ. ഒരച്ഛൻ എന്നോട് പറഞ്ഞു, ഒരു രാത്രിയിൽ 7 കുർബാന അച്ഛൻ ചെല്ലിയെന്ന്. 7ാമത്തെ കുർബാന രാവിലെ 4:30 ഈ വൈകിട്ട് 9 മണിക്ക് വന്ന മനുഷ്യൻ രാവിലെ 4:30 വരെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഇതിൻ്റെ പകുതിയുള്ള ഒറ്റ മുറിക്കകത്ത് ഇരിക്കാനിടയില്ലാത്തതുകൊണ്ട് നിന്നു. ഇരിക്കണമെങ്കിൽ ഇട വേണ്ടേ? ചെരുപ്പെല്ലാം എവിടായിരുന്നു? വേറൊരു മുറിയിൽ. മിച്ചം വരുന്ന വിശുദ്ധ കുർബാന എന്ത് ചെയ്യും? അച്ഛനെ മുഴുവനെടുത്ത് ഭക്ഷിക്കാൻ പറ്റുമോ? ആ വീട്ടിലെ ഒരു കുഞ്ഞു മുറിയിൽ സൂക്ഷിക്കും. അതിനു മുമ്പിൽ സ്ത്രീകൾ, നേഴ്സുമാരൊക്കെ ആണല്ലോ അവിടെ പോയി, സഹോദരിമാർ, അവരിങ്ങനെ ഓരോ ദിവസവും ലീവ് എടുത്ത് വന്ന് വിശുദ്ധ കുർബാന മുമ്പിൽ ഇരിക്കും. അടുത്ത അച്ഛൻ വരുന്നിടം വരെ വിശുദ്ധ കുർബാനയ്ക്ക് ആരാധനയായിട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെന്തിൻ്റെ അഹങ്കാരമല്ലേ? എന്തിൻ്റെ ഒരു അഹങ്കാരം നമുക്ക്. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ചൈനയിലുണ്ട് ഇതുപോലെ, ഉണ്ട്, അണ്ടർഗ്രൗണ്ട് ചർച്ചസ് ഉണ്ട്, ശക്തമായ സഭ. അതവിടെ സുരക്ഷിതമാണ്. നമ്മളെക്കാൾ പറഞ്ഞേ അവിടെ വേദപാഠവും ഉണ്ട്, മതബോധനവും ഉണ്ട്, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഒരു കുഴപ്പമില്ല മക്കളെ. നമുക്കാണ് പ്രശ്നം. കൊച്ചിനെ ട്യൂഷന് വിടണോ വേദപാഠത്തിന് വിടണോ, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, ആകെ ഒരു കൺഫ്യൂഷൻ. വേദപാഠ ടീച്ചർക്കെതിരെ സാറിനെതിരെ ഭയങ്കര, നമ്മളാരും കുറ്റപ്പെടുന്നല്ലോ കേട്ടോ, ഭയങ്കര പ്രശ്നം. അവിടെ ഇതെല്ലാം ഉണ്ട്. കഴിഞ്ഞ ദിവസം കേട്ട് സിഡ്നിയിലെങ്ങാണ്ട് 3 ഷിഫ്റ്റാണ് വേദപാഠം. ഇവിടുന്ന് പോയ പിള്ളേർക്ക്, ഇവിടുന്ന് ഇതുപോലെ വചനം കിട്ടിപ്പോയ മക്കളാ. രാവിലെ ഒരു കുർബാന വേദപാഠം, ഉച്ചയ്ക്കൊരു കുർബാന വേദപാഠം, വൈകിട്ടൊരു കുർബാന. 3000-ഓളം പിള്ളേരുണ്ടെന്ന്. സഭ പടരുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മുടെ മിഷണറി ദൗത്യം എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. സഭ സംരക്ഷിക്കപ്പെടുന്നു. അതിനെ തൊടാൻ ആർക്കും പറ്റില്ല. സഭ എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ശരീരമാണ്. ഉദ്ധാനം ചെയ്തതാ, ഇനിയിപ്പോൾ അതിനിട്ട് ആർക്കും തൊടാൻ പറ്റില്ല. വായിച്ചേ. സ്ത്രീയെ ഒഴുക്കിക്കളയാൻ, സഭാമാതാവിനെ, പരിശുദ്ധ അമ്മയെ ഒഴുക്കിക്കളയാൻ സർപ്പം നദി പോലെ ജലം പുറപ്പെടുവിച്ചെന്ന് വെച്ചാൽ എന്താ? ഈ വായിലൂടെ പടച്ചുവിടുന്ന സാധനങ്ങൾ, യൂട്യൂബിലൂടെ പടച്ചുവിടുന്ന സാധനങ്ങൾ, അച്ഛനെതിരെ, കന്യാസ്ത്രീക്കെതിരെ, വിശ്വകുർബാനയ്ക്കെതിരെ, അറിയാമല്ലോ, സഭയ്ക്കെതിരെ ലോകം മുഴുവൻ ചാനലുകളാണ്. ഓരോരുത്തരൊരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ പിന്നെ എന്നതും പടയ്ക്കാം. ഇതെല്ലാം കേട്ടിട്ട് ഒന്നും ഇല്ലാതിരിക്കുമെന്നാണ് നമ്മളും ചോദിക്കുന്നത്. ഇച്ചിരിയെങ്കിലും കാണുമായിരിക്കും. ഇതാരാ ഈ പത്രാധിപർ? അതറിയത്തില്ല. നമ്മളറിയാമെങ്കിൽ ചിന്തിച്ചു പോവുക, എന്തെങ്കിലും കാണുമായിരിക്കും. ഒഴുക്കിക്കളയാൻ നദി പോലെ ജലം വരികയാണ് സഭയെ തകർക്കാൻ. വായിച്ചേ. എന്നാൽ ഭൂമി എപ്പോഴും സഹായിക്കും. ഭൂമി തമ്പുരാൻ്റെതല്ലേ, ഭൂമി അവൻ്റെ പാദപീഠമല്ലേ. എങ്ങനെയാ ചോദിച്ചേ? യെസ്. വിഴുങ്ങിക്കളഞ്ഞു. നാക്കേന്ന് വരുന്നതെല്ലാം ഭൂമി വിഴുങ്ങും, ഓർത്തോണം. ചിലപ്പം നാക്കേന്ന് വിട്ടുകൊണ്ടിരിക്കുന്നവളെയും കൂടെ ചിലപ്പം വിഴുങ്ങും. അത്രയേ ഉള്ളൂ. അപ്പോൾ കോപിച്ചു. സീയുടെ നേരെ കോപിച്ചു. പിശാച് പിന്നെ കലിയായി. അടുത്തത് കേട്ടെ. പ്രധാന പോയിന്റ് വരുന്നു. എല്ലാവരും അലർട്ടായിരിക്കുക. സർപ്പം സ്ത്രീക്കെതിരെ കോപിക്കുന്നുണ്ട്. ഒരു പണിയും നടക്കുകയില്ലെന്ന് അവന് മനസ്സിലായി. സഭയ്ക്കെതിരെ ഒരു പണിയും നടക്കുകയില്ല. സഭാമാതാവിനെതിരെ ഒരു പണിയും നടക്കുകയില്ല. മാതാവിനെതിരെ പറയും തോറും കൊന്ത കൂടിക്കൊണ്ടിരിക്കുക, അല്ലേ? അപ്പോൾ മരിയൻ ഡിവോഷൻസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുക. കർത്താവിനെതിരെ പറയും തോറും വിശ്വകുർബാന മുമ്പിൽ മനുഷ്യൻ ഇങ്ങനെ വന്നിങ്ങനെ ആരാധിക്കുന്നു, കുർബാന അർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം കേട്ടായിരുന്നല്ലോ, ഒരാളെന്നോട് പറയുകയാണേ, ഭാര്യയ്ക്ക് പള്ളിയിൽ പോകാൻ ഇച്ചിരി മടിയാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ 2 കുർബാന കൂടുന്നുണ്ടത്. ഭാര്യയ്ക്ക് പള്ളിയിൽ പോകാൻ ഇച്ചിരി മടി. അവളോട് പറഞ്ഞ് നിർബന്ധിച്ചാൽ വഴക്കാവും. അതുകൊണ്ട് ഞാൻ പോയി 2 കുർബാന. ഞാൻ ഇത് ആര് പറഞ്ഞ ദൈവശാസ്ത്രമാണ്? വട്ടായിലച്ചൻ പറഞ്ഞതാണ്. ഈ പാവം മനുഷ്യൻ രാവിലെ പോയി ഒരു കുർബാന കൂടും, എന്നിട്ട് ജോലിയില്ല, വൈകിട്ട് ഭാര്യയ്ക്ക് വേണ്ടി ഒരു കുർബാനയും കൂടെ, 4 മണി കുർബാന. ഇങ്ങനെയൊക്കെ നല്ല മനുഷ്യരുണ്ട് കേട്ടോ സഹോദരിമാരെ. നിങ്ങൾക്ക് ഈ ആണുങ്ങളെ കുറിച്ചൊരു പിച്ചമല്ലേ? ഞങ്ങൾ വിശുദ്ധന്മാർ ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിയാം ഇത് തമ്പുരാൻ്റെ സന്നിധിയിൽ. വായിച്ചേ. അലർട്ട്. ആരോടാണ് അവൻ്റെ യുദ്ധം? ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട്. ഇനി മിച്ചം കുറച്ചേ ഉള്ളൂ. അല്ലാത്തെല്ലാം ചെറിയ വിഷയം വരുമ്പോൾ ഓടും, വിട്ടുപോകും. അവിടെ തർക്കമാണെങ്കിൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോവുക, പള്ളി പോകണം തന്നെ നിർബന്ധം, അല്ലേ? TV കണ്ടാൽ പോരെ, എക്സ്ക്യൂസാണേ. ചിലത് വിട്ടുപോകും. ദൈവകൽപ്പന കാക്കുന്നവരും യേശുവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരുടെ യുദ്ധം ചെയ്യാൻ അവൻ വിമാനം പിടിച്ചു വന്നിട്ടുണ്ട്, ടാക്സി വിളിച്ചു വന്നിട്ടുണ്ട്. പേടിക്കൊന്നും വേണ്ട. കേട്ടെ. എന്തോ സമുദ്രത്തിൻ്റെ, ഉറക്കപ്പറ, സമുദ്രത്തിൻ്റെ മണൽത്തിട്ട. അപ്പോൾ പിശാച് വന്ന് നിലയുറപ്പിക്കുന്നത് എവിടെയാണ്? മണൽത്തിട്ട. ഈ മണൽത്തിട്ട എങ്ങനെ ഉണ്ടാകുന്നെന്ന് ചങ്ങനാശ്ശേരിക്കാർക്ക് അറിയത്തില്ലേ? എങ്ങനെയാണ് മണൽത്തിട്ട ഉണ്ടാകുന്നത്? വെള്ളം ഒഴുകിപ്പോയ സ്ഥലമാണ് മണൽത്തിട്ട. അവിടെ ആര് നിൽക്കും? സാത്താൻ. എന്താണ് വെള്ളം? ജീവജലത്തിൻ്റെ അരുവി വറ്റിപ്പോയ ഹൃദയത്തിൽ അവൻ കയറി. ജീവജലത്തിൻ്റെ അരുവിയില്ലാത്ത കുടുംബങ്ങൾ അവൻ അവിടെ നിലയുറപ്പിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിന് എന്താ വഴി?
മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു അറിയാമെങ്കിൽ പാട്ട സംഗതിയിട്ട് നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുനാഥ. കണ്ടോ, സാത്താൻ വന്ന് നിലയുറപ്പിച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ജീവജലത്തിൻ്റെ അരുവിയുള്ള വ്യക്തിയിൽ, അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ കുടുംബത്തിൽ സാത്താൻ കയറുകയില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ടൊന്നും വ്യാകുലമാതാവിനെ പോലെ ഇരിക്കേണ്ട, പിയത്ത പോലെ ഇരിക്കേണ്ട. മനസ്സിലായോ? ജീവജലത്തിൻ്റെ അരുവി നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചുവിടുക. വീട്ടിൽ വിശുദ്ധ കുർബാന എന്താണെന്നറിഞ്ഞ് ഒരു ബലിയിൽ പങ്കെടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ഭവനം സുരക്ഷിതമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും, ഈജിപ്തിലെ ആദിജാതന്മാർ മുഴുവൻ വാളിനിരയാകും. കാരണം ഫറവോയുടെ മനസ്സ് എത്രത്തോളം കഠിനമാണ്, പാവപ്പെട്ട ഇസ്രായേലിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊരു ഷോക്ക് കൊടുക്കാൻ പോവുക. അപ്പം ഞങ്ങൾ എന്നാ ചെയ്യും? പേടിക്കൊന്നും വേണ്ടെന്നേ, പെസഹ കുഞ്ഞാടിൻ്റെ രക്തം നിങ്ങളുടെ വീടിൻ്റെ കട്ടിളപ്പടിയിന്മേൽ പതിക്കുക. ഊരിപ്പിടിച്ച വാളുമായി ദൈവം അനുവദിച്ചു ആ ദുരന്തം. സംഹാരദൂതന്മാർ കടന്നുപോയി, അല്ലേ? സംഹാരദൂതന്മാർ കടന്നുപോയി. കുഞ്ഞാടിൻ്റെ രക്തം മുദ്രണം ചെയ്ത ഭവനങ്ങൾ ഒഴിവാക്കപ്പെട്ടു. പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാടിൻ്റെ രക്തം നമുക്ക് മനസ്സിലായി, അല്ലേ? പുതിയ നിയമത്തിലെ പെസഹ കുഞ്ഞാട് ആരാ? കർത്താവായ ഈശോ മിശിഹ. അവൻ്റെ രക്തം എന്ന് വെച്ചാൽ എന്താ? വിശുദ്ധ കുർബാന സ്വീകരിച്ചൊരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ദുരന്തങ്ങൾ ഒഴിവായി പോകും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്ത് ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തുകയെ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, വിനാശകൻ കടന്നു വരുന്നു, സംഹാരദൂതന്മാർ കടന്നു പോകുന്നു, ഞാനും എൻ്റെ കുടുംബവും സുരക്ഷിതമാണ്. കർത്താവേ, പെസഹ കുഞ്ഞാടായ അങ്ങയുടെ ശരീരം ഏറ്റുവാങ്ങിയവർ, അങ്ങയുടെ രക്തത്താൽ മുദ്രണം ചെയ്യപ്പെട്ട ഞാനും എൻ്റെ ഭവനവും സുരക്ഷിതമാകട്ടെ. ദൂരെയായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിച്ചേ. വിശുദ്ധ കുർബാന മുടങ്ങിയ മക്കൾ ഒത്തിരി ഇപ്പം നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. പഠിക്കാനാണെന്നും ജോലിക്കാണെന്നും ഒക്കെ പറഞ്ഞു പോയി. അവർക്ക് എല്ലാത്തിനും സമയമുണ്ട്, പക്ഷേ കുർബാനയ്ക്ക് മാത്രം സമയമില്ലാത്തൊരവസ്ഥ ഇന്ന് ലോകത്തുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, ചങ്ങനാശ്ശേരിയിലുണ്ട്. വൈകിട്ട് 7:30 വരെ കുർബാന ഉണ്ടായിട്ടും ബലിയിൽ പങ്കെടുക്കാൻ പറ്റാത്ത മക്കൾ നമ്മളോടൊപ്പം ഉണ്ട്. ആ സമയത്ത് അവരെ ഏതെങ്കിലും ഒരു കെണിയിലൊരുക്കി ഒരാൾ കൂട്ടിക്കൊണ്ടുപോകും. ആ അവസ്ഥയിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് യേശുവേ തുതിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ തുതിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 കാര്യങ്ങളെക്കുറിച്ച് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് ജാഗ്രതയുള്ളവരാകുക. ആയിരങ്ങളോടല്ലല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ല ക്ലാസ് എടുക്കുന്നത്. നിങ്ങളൊരു വലിയ ഗ്രൂപ്പിനോടാണ്. നിങ്ങൾ നിന്നത് പഠനം. 3 കാര്യങ്ങൾ ഈ കാലഘട്ടം നേരിടുന്ന 3 പ്രതിസന്ധികൾ ഉണ്ടെന്ന് സഭാമാതാവ് നമ്മളെ പഠിപ്പിക്കുന്നു. 1, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ലോകം. 2, മാരകപാപത്തിലേക്ക് വഴുതി വീഴുന്ന ലോകം. 3, യോഗ്യതയില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നൊരവസ്ഥ. ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ദുരന്തം. എല്ലാ കാലത്തും അതൊക്കെ ഉണ്ട്. പൗലോസ്ലീഹ കൊറിന്ത്യസിലെ സഭയോട് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അല്ലേ? അയോഗ്യതയോടുകൂടി അപ്പം ഭക്ഷിച്ചാൽ, പാനം ചെയ്താൽ നിങ്ങളുടെ ശിക്ഷാവിധിയാണ് നിങ്ങൾ തന്നെ ഏറ്റുവാങ്ങുന്നത്. അതുകൊണ്ട് ചുമ്മാ നാക്ക് നീട്ടിയിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് പൗലോസ്ലീഹ അന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിവേചിച്ചറിയണം വിശുദ്ധ കുർബാന എന്താണെന്ന് വിവേചിച്ചറിയാം. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു എന്ന് പറയുമ്പം കുമ്പസാരക്കൂടിനോടടുക്കാൻ ഒരു കൃപ. ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാം. ഇതിപ്പോൾ ഞാനിവിടെ വന്നപ്പം നല്ല ഒന്നാന്തരം പ്രാർത്ഥനാനുഭവം, ആത്മീയാനുഭവമുള്ളൊരു മനുഷ്യൻ ഈ ആലയത്തിൽ നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, നമ്മുടെ എന്താണ് ഒരു കുഞ്ഞ്, അവൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ല. എന്തിനാണെന്ന് ചോദിക്കുന്നത്. എന്തിനാ? പ്രാർത്ഥിക്കാനിരിക്കുന്നില്ല. ഒരവസ്ഥയാണ്. എല്ലാ A+ഒക്കെയാണ്. കുഞ്ഞുനാളിൽ മാതാപിതാക്കൾ അത് ചെയ്യേണ്ടിയിരുന്നു, അല്ലേ? കുഞ്ഞുനാളിൽ കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുക്കണ്ടേ? എല്ലാവർക്കും എന്തിനാ കുഞ്ഞുനാളിൽ ഇത് കൊടുക്കുന്നത്? കുഞ്ഞുനാളിൽ കൊടുക്കേണ്ടത് കൊടുക്കണം. കുഞ്ഞുനാളിൽ മുലപ്പാൽ കൊടുക്കേണ്ടത് കൊടുക്കണ്ടേ, അല്ലേ? കട്ടി കുറഞ്ഞത് കൊടുക്കണ്ടേ? അങ്ങനെ ഒന്നും കൊടുക്കണ്ടല്ലോ. കൊച്ചു വലുതായിട്ട് തന്നെ പറക്കി തിന്നാൽ മതിയല്ലോ. ആത്മീയ ജീവിതത്തിലെ പാഥേയം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ബുദ്ധിയുടെ യുക്തിയുടെ തലങ്ങളിൽ നിന്നുകൊണ്ട് അവൻ പ്രായപൂർത്തിയാകുമ്പോൾ വേണമെങ്കിൽ സ്വീകരിച്ചോട്ടെന്ന്. പ്രായപൂർത്തിയായി സ്വീകരിക്കുമോ? ഇല്ല. കൃപയിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഇപ്പോൾ പ്രിയമുള്ള മക്കളെ, ഇത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇത് നമ്മുടെയും ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ലോകം, മാരകപാപത്തിലേക്ക് വഴുതി വീഴുന്ന ലോകം, അതിൻ്റെ ബാക്കി പത്രമാണ് യോഗ്യതയില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരണം. കാരണം വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ എന്ത് നഷ്ടപ്പെടും? പാപബോധം നഷ്ടപ്പെടും. അതാ പ്രശ്നം. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്ക് എന്താ നഷ്ടപ്പെടുന്നത്?
യേശുക്രിസ്തുവിൽ വിശ്വാസമൊക്കെ ഉണ്ട്, കർത്താവുണ്ട്, കൊള്ളാം, നല്ല ആളാണ്, ക്രിസ്ത്യാനി നല്ലതാണ് അല്ലേ എന്നൊക്കെ നമ്മളൊക്കെ പറയും. കൊള്ളാം, നല്ലത് വിശ്വാസമൊക്കെ നമുക്കുണ്ട്, കർത്താവ് വിശ്വാസമുണ്ട്. പക്ഷേ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ അത് ഫ്ലെക്സിബിൾ ആയിക്കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും? പാപബോധം. പാപബോധം എന്താണ്? പാപബോധം എന്താണ്? പാപവും പുണ്യവും ചേരുന്ന ജ്ഞാനമായി. അതാണ് പാപബോധം. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ദൈവിക ജ്ഞാനം, വിസ്ഡം അല്ലേ, അതാണ് പാപബോധം. പാപബോധം. വിശ്വാസം നഷ്ടപ്പെട്ടാൽ, വിശ്വാസത്തിൽ മായം ചേർത്താൽ, വെള്ളം ചേർത്താൽ, യേശു ഏകരക്ഷകനാണെന്നുള്ളത് നമ്മൾ മറന്നുപോയാൽ, പഠിപ്പിക്കാൻ വിട്ടുപോയാൽ, മനസ്സിലായോ? ഫെയ്ത്ത്, യേശുക്രിസ്തുവിലൂടെ കിട്ടുന്ന രക്ഷ, നിത്യജീവൻ, വഴിയും സത്യവും നിത്യജീവനും. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? വഴിയും സത്യവും. ഈ ഭൂമിയിലെ ജീവനാണോ? നിത്യജീവൻ ഞാനാണെന്ന്. നിത്യജീവനിലേക്കുള്ള വഴി ഞാനാണ്, നിത്യജീവനിലേക്കുള്ള സത്യം ഞാനാണ്. ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ജീവൻ എന്ന് വെച്ചാൽ നിത്യജീവൻ. ഇത് മക്കളെ പരിചയപ്പെടുത്താൻ മറന്നു പോകരുത്. തർക്കത്തിനൊന്നുമല്ല. ലോകം മുഴുവൻ സുവിശേഷം പറയുന്നതിനേക്കാൾ നമ്മളെ സുവിശേഷം പറഞ്ഞു. നമ്മുടെ കുടുംബത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഗ്രൂപ്പ് മുഴുവൻ പ്രാർത്ഥിക്കേണ്ടത് അതിനു വേണ്ടിയാണ്. ആരുടെയും കുഴപ്പമൊന്നുമല്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലത്ത് വിശ്വാസത്തിൽ എൻ്റെ തലമുറ ആഴപ്പെടാൻ, വിശ്വാസത്തിൽ ആഴപ്പെട്ടില്ലെങ്കിൽ എന്നാ സംഭവിക്കും? പാപബോധം ഇല്ലാതെ വളരും. പാപബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും? യോഗ്യതയില്ലാതെ കുദാശ സ്വീകരിക്കും. യോഗ്യതയുള്ള കുദാശ സ്വീകരിച്ചാൽ എന്നാ സംഭവിക്കും? രോഗം ഉണ്ടാവും, ദുരന്തമായി മാറും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഇതിന് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പം ഇതിൻ്റെ പരിഹാരവും സഭാമാതാവ് പഠിപ്പിക്കുന്നുണ്ട്. സഭാമാതാവ് സഭയുടെ ഔദ്യോഗിക പഠനം, മാതാവിൻ്റെ മെസ്സേജുകളുമായി കണക്ട് ചെയ്താണ് ഇതെല്ലാം വരുന്നത്. സഭയുടെ ഔദ്യോഗിക പഠനം തന്നെയാണ്. വത്തിക്കാൻ റോം അംഗീകരിച്ചതാണ്. ഇമ്മ എവിടെയെങ്കിലും ഒരാൾക്ക് കിട്ടിയ സ്വകാര്യ വെളിപാടിൽ നിന്ന് നല്ലത് പറയുന്നത്. ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ലോകത്തെ രക്ഷിക്കാൻ എന്താ വഴി? വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുക. എന്താണ് വിശുദ്ധി? വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹമാണ് വിശുദ്ധരുടെ ലക്ഷണം. അത്രയും ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് നമ്മളവർക്ക് നമ്മൾ ഈ പാവികൾ എന്നാ വിശുദ്ധരായി, നമ്മൾ എന്നാ ചെയ്യാനാണ് ഇതിനെയെല്ലാം കൂടെ? എനിക്ക് വിശുദ്ധിക്ക് വേണ്ടി ഒരു ദാഹമുണ്ടെങ്കിൽ ഞാൻ ആരുടെ ഗണത്തിൽ വന്നു? വിശുദ്ധ. പൗലോസ്ലീഹ പറഞ്ഞ് പോലും പറഞ്ഞില്ലേ, ഞാൻ പാവികളിൽ ഒന്നാമൻ. ജോൺ പോൾ മാർപ്പാപ്പ, ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാ പറഞ്ഞു പോയത്? ഹു ഈസ് ജോർജ് മാരിയോ ബെർഗോളിയോ എന്ന് ചോദിച്ചപ്പോൾ എന്നാ പറഞ്ഞത്? ഹീ ഈസ് എ ഗ്രേറ്റ് സിന്നർ, ഒരു വലിയ പാവിയാണെന്ന്. അപ്പോൾ ചോദിച്ചു പിന്നെ അങ്ങനെ മാർപ്പാപ്പ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്നാ പറഞ്ഞു? ഏറ്റവും വലിയ പാവിക്കാണ് അവൻ്റെ കൃപയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ യോഗ്യത. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം മാരക പാപത്തിലേക്ക് വഴുതി വീഴുന്ന ലോകത്തെ രക്ഷിക്കാൻ എന്ത് ചെയ്യണം? സാക്രിഫൈസ് ആൻഡ് പെനൻസ്. പരിത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. പരിത്യാഗം, ത്യാഗം. ചില ഇഷ്ടങ്ങളൊക്കെ ഒന്ന് വേണ്ടെന്ന് വെച്ചിട്ട് പ്രാർത്ഥിക്കണം. മൂന്നാമത്, യോഗ്യതയില്ലാതെ കുറേ പേർ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നെങ്കിൽ അതിൻ്റെ പരിഹാരം എന്താണ്? എന്താ പരിഹാരം? യോഗ്യതയുള്ള അച്ഛൻ കുർബാന അർപ്പിക്കാൻ വരണേ എന്ന് പ്രാർത്ഥിക്കാനാണോ? അല്ല, നമ്മൾ യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ വഴിതെറ്റാതെ, മനസ്സിലായില്ലേ? തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ മിഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ ലോകത്തെയും കാലത്തെയും കർത്താവിനോട് ചേർന്ന് ആരെനിക്കായി പോകും? വീണ്ടെടുക്കാൻ, വിശുദ്ധീകരിക്കാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു. കരങ്ങൾ എന്ന് എഴുന്നേറ്റ് നിൽക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, അല്ല, ജോഷുവയുടെ പുസ്തകം 3:5. ജോഷുവ ജനത്തോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമുക്കറിയാവുന്ന നല്ലൊരു വചനമാണ് അല്ലേ? അടുത്തതാണ് ഇതിൻ്റെ പ്രധാന ഭാഗം. ജോഷുവ പുരോഹിതനോട് പറഞ്ഞു, വാഗ്ദാന പേടകമെടുത്ത് അവർക്ക് മുമ്പേ നടക്കുക. പുരോഹിതൻ അപ്രകാരം ചെയ്തു. കരങ്ങൾ കൂപ്പാം. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയെ നയിക്കാൻ എന്തുണ്ടായിരുന്നു? മോശയും അഹ്റോനും അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായിരുന്നു? വാഗ്ദാന പേടകം. വാഗ്ദാന പേടകത്തിൽ എന്തായിരുന്നു? തിരുസാന്നിധ്യ അപ്പം. തിരുസാന്നിധ്യ അപ്പം. പിന്നെന്തുണ്ടായിരുന്നു? അഹ്റോൻ്റെ തളിർത്ത വടി. പിന്നെന്തുണ്ടായിരുന്നു? 10 കൽപ്പനകൾ. ഉണ്ടോ? ഇത് മൂന്നും കൂടെ ആകുമ്പോൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ സുരക്ഷിതമായിരുന്നു. ആകാശത്തു നിന്ന് മന്ന വീണുകൊണ്ടിരുന്നു അല്ലേ? കാടപ്പക്ഷി വന്നുകൊണ്ടിരുന്നു, ചെങ്കടൽ പിളർന്നുകൊണ്ടിരുന്നു അല്ലേ? മരുഭൂമിയിൽ നീറുറ പൊട്ടിക്കൊണ്ടിരുന്നു. എല്ലാം സുരക്ഷിതം. വാഗ്ദാന പേടകം ഫിലിസ്തീർ തട്ടിക്കൊണ്ടുപോയി. പിന്നെ എന്നാ ഉണ്ടായി? ദുരന്തങ്ങൾ. തട്ടിക്കൊണ്ടുപോയവനും ദുരന്തം, നഷ്ടപ്പെടുത്തിയവർക്കും ദുരന്തം. ജോഷുവ പുരോഹിതനോട് പറഞ്ഞു, വാഗ്ദാന പേടകമെടുത്ത് അവർക്ക് മുമ്പേ നടക്കുക. പുരോഹിതൻ അപ്രകാരം ചെയ്തു. പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം എന്താണ്? വിശുദ്ധ കുർബാന. അതിൽ എന്തുണ്ട്? പൗരോഹിത്യമുണ്ട്. അഹ്റോൻ്റെ തളിർത്ത വടിയുടെ പൂർണ്ണത. പിന്നെ 10
10 കൽപ്പനയുടെ പൂർണ്ണത അല്ലേ? 10 കൽപ്പനയുടെ പൂർണ്ണതയാണ് വിശുദ്ധ കുർബാന. 10 കൽപ്പനകൾ അരുത് 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 എന്നായിരുന്നെങ്കിൽ വിശുദ്ധ കുർബാന എന്താ? സ്നേഹം, ക്ഷമ, കരുണ. മുട്ടുമെനിക്കാം. ദിവ്യകാരുണ്യം, ദിവ്യകാരുണ്യം, ദിവ്യകാരുണ്യം. നാഥ വരണമേ, എന്നിൽ നിറയണമേ. ഈശോ അണയും നിർമ്മല നിമിഷമിതാ. ശിരസ് നമിക്കാം. എൻ്റെ ജീവനും ജീവിതവും ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ആരോഗ്യവും രോഗവും സമർപ്പിക്കുന്നു. കഴിവുകളും ബലഹീനതകളും സമർപ്പിക്കുന്നു. ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സമർപ്പിക്കുന്നു. ഈശോ അണയും നിർമ്മല നിമിഷമിതാ. ആമേൻ. തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ. എൻ്റെ കർത്താവേ, മമനാഥന സ്തുതി പാടിട വരവീണകൾ നീട്ടി പാടിട. മമനാഥന സ്തുതി പാടിട വരവീണകൾ നീട്ടി പാടി. 2 കരങ്ങളും നീട്ടി. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. പഠിക്കേ. എന്നിൽ നിറയണമേ. ഒരു 3 പേർക്കാവുന്ന സ്വരത്തിൽ പാടിക്കേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ. കരങ്ങൾ കൂപ്പാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം, എൻ്റെ ദുഃഖം, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, മറ്റുള്ളവർക്ക് എനിക്കുണ്ടെന്ന് പറയുന്ന കുറവുകൾ എല്ലാം അറിയുന്ന ദൈവമേ, അങ്ങാൻ എൻ്റെ സൃഷ്ടികർത്താവ്. കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉടമസ്ഥൻ എന്നാണ്. എൻ്റെ ഉടമസ്ഥനായി ദൈവം എഴുന്നള്ളിയിരിക്കുന്നു. എനിക്കുള്ള കുറവുകൾ മറ്റാരും അറിയുന്നതിനേക്കാൾ, ഒരുപക്ഷെ ഞാൻ അറിയുന്നതിനേക്കാൾ എന്നെ അറിയുന്ന ദൈവം വന്നിരിക്കുന്നു. എൻ്റെ ജീവിത ദുഃഖങ്ങൾ ഞാനിതാ സമർപ്പിക്കുന്നു. ജീവിത ദുഃഖങ്ങൾ തനിച്ചു സഹിച്ചു മടുത്തുപോയി. തിരുക്കൈകളിലേക്കിടുന്നു. എന്താന്ന് ചോദിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ. ജീവിത ദുഃഖങ്ങൾ, ഗത്സമേൻ അനുഭവങ്ങൾ, തിരുക്കൈകളിലേക്കിടുന്നു. എൻ്റെ രോഗം, എൻ്റെ രോഗവും, എൻ്റെ വേദന, വേദനയും തിരുപാദത്തിലർപ്പിക്കും. എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും രോഗം, എൻ്റെ രോഗവും, എൻ്റെ വേദന, എൻ്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കും. 2 കരങ്ങളും നീട്ടി. നാഥ വരണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. പഠികേ. സൗഖ്യം തരേണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഹൃദയം നുറുങ്ങി പാടുകേ. നാഥ വരണമേ. നാഥാ വരേണമേ, ബലഹീനമായ എൻ്റെ ശരീരത്തിന്, എൻ്റെ മനസ്സിന്, എൻ്റെ ആത്മാവിന്, സൗഖ്യം തരേണമേ. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട രോഗാവസ്ഥയ്ക്ക് കരങ്ങൾ കൂപ്പാം. ദൈവമേ, തനിച്ചു കടന്നു പോകുന്നു ഞാൻ. നാളെ എന്തായിത്തീരുമെന്നുള്ള ഉത്കണ്ഠ, ആകുലത, ഒരു വേദന തീരും മുമ്പ് അടുത്തത് വന്നു കഴിഞ്ഞു. കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ പറയുന്നത് ഒരുപക്ഷെ എൻ്റെ ജീവിതമാകാം. ചേർത്ത് പിടിക്കേണ്ടവർ കൈവിട്ടു പോകുന്നു, ശക്തിപ്പെടുത്തേണ്ടവർ തള്ളിപ്പറയുന്നു. ആർക്കൊക്കെ വേണ്ടി ജീവനും ജീവിതവും വിട്ടുകൊടുത്തോ അവരിന്ന് എന്നെ അന്യരായി കാണുന്നു. ആ ഒരവസ്ഥ, നാളെ എന്തായിത്തീരും, ഒരു ഉത്കണ്ഠ, ആകുലത, ഇന്നലകളിലെ നഷ്ടബോധം, കുറ്റബോധം എല്ലാം എന്നെ വേട്ടയാടുന്നു. ഓരോ ദിവസവും ഞാൻ തളർന്നങ്ങിരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്.
അവസ്ഥയിലേക്ക് കടന്നു വരണമേ. അങ്ങ് പറഞ്ഞല്ലോ, ഭാവി ഉത്കണ്ഠാകുലരാകരുത്, അന്നു വേണ്ടതിന് വേണ്ടി മാത്രം മോനെ നീ പ്രാർത്ഥിക്ക്, മോളെ നീ പ്രാർത്ഥിക്ക്. എൻ ഭാവിയും സ്വപ്നങ്ങളും ഭാവിയും സ്വപ്നങ്ങളും തിരുകൈകളിലേകിടുന്നു. വസ്തുവിറ്റാലും തീരാത്ത കടം. ഭാവിയും സ്വപ്നങ്ങളും മുടങ്ങിപ്പോയ സ്വപ്നങ്ങൾ തിരുകൈകളിലേകിടുന്നു. എന്റെ ആധിയും എന്റെ ആശങ്കയും തിരുപാദത്തിലർപ്പിക്കുന്നു. ആത്മാർത്ഥമായിട്ട് പാടിക്കുക മക്കളെ. എന്റെ ആധിയും എന്റെ ആശങ്ക തിരുപാദത്തിലർപ്പിക്കുന്നു. രണ്ട് കരങ്ങളും നീട്ടി നാഥാ വരണമേ. ഇവിടെ നിറങ്ങുമ്പോൾ നേർവഴി കാട്ടണമേ. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല കർത്താവേ. നാഥാ വരണമേ. വഴിമുട്ടിയ ജീവിതം, വഴിമുട്ടിയ എന്റെ ജീവിതാവസ്ഥകൾ നാഥാ വരണമേ, എന്നിൽ നിറയണമേ. പൂർണ്ണമായി എന്നിൽ നിറയണമേ. നാഥാ വരണമേ, സൗഖ്യം നൽകണമേ. സൗഖ്യം നൽകണമേ. നാഥാ വരണമേ. എനിക്കും എൻ്റെ മക്കൾക്കും നേർവഴി കാട്ടണമേ. തെറ്റായ ബന്ധങ്ങളിൽ നിന്ന്, തിന്മയുടെ കെട്ടുകളിൽ നിന്ന് സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന മക്കളെ വിടുവിക്കണമേ യേശുനാമത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നേർവഴി, കുടുംബത്തിലേക്ക് തിരിച്ചു വരാനുള്ള കൃപ, കുടുംബത്തിലേക്ക് തിരിച്ചു വരാനുള്ള കൃപ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കുന്നു. കർത്താവിന്റെ അഭിഷേകൻ കോട്ട കെട്ടി പ്രാർത്ഥിക്കുന്ന ഈ ആലയത്തിൽ നിന്ന്, ദിവ്യകാരുണ്യത്തെ ആരാധിക്കുന്ന സമൂഹത്തിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളും വിട്ടുപോട്ടെ യേശു കർത്താവിന്റെ നാമത്തിൽ. കാഞ്ഞിരപ്പള്ളിയുടെ ചങ്ങനാശ്ശേരിയുടെ മെത്രാപ്പൊലീത്തയുടെ അധികാരത്തിന്റെ കീഴിൽ നിന്ന്, ചങ്ങനാശ്ശേരിയുടെ മെത്രാപ്പൊലീത്തയുടെ അധികാരത്തിന്റെ കീഴിൽ നിന്ന്, പരിശുദ്ധ ലിയോ മാർപ്പാപ്പയുടെ അധികാരത്തിന്റെ കീഴിൽ നിന്ന്, സത്യസഭയിൽ ദൈവത്തെ ആരാധിക്കുന്ന മക്കൾ ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ പാരമ്പര്യങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ തലമുറകളിൽ നിന്ന് എല്ലാ സ്വത്തുക്കളും വിട്ടുപോട്ടെ. പരിശുദ്ധമായ സ്ഥാപനത്തിൽ വിട്ടുപോട്ടെ. എല്ലാ തിന്മയുടെ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. ഉത്കണ്ഠകൾ, ആകുലതകൾ, അസ്വസ്ഥതകൾ, ഭയം, നിരാശ, കുറ്റബോധം, ആത്മഹത്യാ പ്രവണത, കലഹം, അശുദ്ധി, തഴക്ക ദോഷങ്ങൾ, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം, യേശുനാമത്തിന്റെ അത്ഭുതകരമായ ശക്തി, പലവിധ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യഗ്രത, മുടങ്ങിപ്പോയ സ്വപ്നങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിൽ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയ മക്കളെ ഓർത്തുള്ള കണ്ണുനീര്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തലമുറയ്ക്ക് മനസ്സിലാകുന്നില്ല. അവസ്ഥയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, യേശുവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മെടറിപ്പോകുന്ന, പതറിപ്പോകുന്ന ആ നിമിഷങ്ങൾ വിട്ടുകൊടുക്കുന്നു യേശുവെ എന്ന്. നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, ചിന്തയെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, ബുദ്ധിക്ക് വികാര വിചാരങ്ങൾക്ക് കടിഞ്ഞാടാൻ പറ്റാത്ത അവസ്ഥ, അഹങ്കാരത്തിന്റെ, ജ്ഞാനെന്ന ഭാവത്തിന്റെ, തെറ്റായ ബോധ്യത്തിന്റെ, ഒന്നുമില്ലാത്ത പാരമ്പര്യത്തെ കുറിച്ചുള്ള ദുരഭിമാനം യേശുനാമത്തിൽ വിട്ടുപോട്ടെ. സ്തുതിക്കുന്നു യേശുവെ, സ്തുതിക്കുന്നു. ആത്മാവായ ദൈവമേ, അഗ്നിയായി പെയ്തിറങ്ങി പാപത്തിന്റെ മേൽ, രോഗത്തിന്റെ മേൽ, ശാപത്തിന്റെ മേൽ ഇറങ്ങി വരിക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയുന്നു. ഈ ആലയം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ദൈവാരൂപി ദൈവമക്കളിലേക്ക് നിറയുന്നു. വിശ്വാസക്കുറവുള്ള മക്കള്, എന്റെ വിശ്വാസക്കുറവിനെ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, മാനുഷികമായി ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളുള്ള മകള്, കർത്താവേ പരിഹാരവുമായി ഒരു പരിഹാരവുമില്ല, ഞാനിതാ സറണ്ടർ ചെയ്യുന്നു. വിട്ടുകൊടുക്കുക, പൂർണ്ണമായി വിട്ടുകൊടുക്കുക. കുടുംബകലഹത്തിന്റെ ദുരാത്മാവ് വിട്ടുപോട്ടെ. മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ ദുരാത്മാക്കൾ വിട്ടുപോട്ടെ. യേശു വ്യഭിചാരത്തിന്റെ, അശുദ്ധിയുടെ ദുർഭോജങ്ങൾ വിട്ടുപോട്ടെ. യേശുനാമത്തിൽ യേശുവെ സ്തുതിക്കുന്നു. ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിന്റെ ശക്തികൾ വിട്ടുപോകുന്നു, രോഗാണുക്കൾ നിർവീര്യമാകുന്നു, ശാപത്തിന്റെ ശക്തികൾ വിട്ടുപോകുന്നു. ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം, ആഭിചാരം, മന്ത്രവാദം, ഉദ്രോധനം, ശത്രു സംഹാര പൂജ യേശു കർത്താവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. സ്തുതിക്കുന്നു യേശുവെ സ്തുതിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. വലിയൊരു വിടുതൽ സംഭവിക്കുകയാണ്. കർത്താവാണ് വിടുതൽ നൽകുന്നത്. വിശുദ്ധ കുമ്പസാരം ഒന്നുകൂടി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ കുമ്പസാരിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സമയത്ത് മണിക്കൂറുകൾ കുമ്പസാരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിടുതൽ നൽകുന്നു. കരങ്ങൾ അടിച്ചു പാടാം. ആത്മാവേ അഗ്നിയായി തരണമേ. പാപത്തിന്റെ ശക്തികൾ വിട്ടുപോകുന്നു, രോഗാണുക്കൾ നിർവീര്യമാകുന്നു, ബാക്ടീരിയ, വൈറസ് നിർവീര്യമാകുന്നു, ശാപത്തിന്റെ ശക്തികൾ വിട്ടുപോകുന്നു, പാരമ്പര്യ രോഗങ്ങൾ, പാരമ്പര്യ ശാപങ്ങൾ എല്ലാം യേശു നാമത്തിൽ വിട്ടുപോകുന്നു.
കരങ്ങളടിച്ചു പാടാം എല്ലാവരും. ആത്മാവേ അഗ്നിയായി അഗ്നിയായി നിറയണമേ. പഠിക്കുകയും ആത്മാവേ അഗ്നിയായി അഗ്നിയായി നിറയണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് ആത്മാവേ അഗ്നിയായി അഗ്നിയായി നിറയണമേ. പാപത്തിന് ശക്തിയുടെ മേൽ ആത്മാവേ അഗ്നിയായി അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായ രോഗാണുക്കൾ രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായ ശാപങ്ങൾ ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായക്കൂ. ആത്മാവാം ദൈവമേ അഗ്നിയായക്കൂ. പഠിക്കുകയും പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായക്കൂ. രോഗാണുക്കൾ നിർവീര്യമാകുക. ശക്തിമേൽ നിന്നഗ്നിയായക്കൂ. ശാപങ്ങൾ ശക്തി ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായക്കൂ. ആത്മാവാം ദൈവമേ അഗ്നിയായക്കൂ. ആത്മാവേ ആത്മാവേ അഗ്നിയായി നിറയണമേ. പഠിക്കുകയും ആത്മാവേ എന്റെ മേൽ എന്റെ കുടുംബത്തിന്റെ മേൽ അഗ്നിയായി നിറയണമേ. കരങ്ങൾ താഴ്ത്തിയടിക്കുന്നു. മുള്ളുകളും മുൾച്ചെടികളും പാപത്തിന്റെ വിഷമുള്ളുകൾ എന്നിലുണ്ട്, എന്റെ കുടുംബത്തിലുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരിലുണ്ട്, ഈ സമൂഹത്തിലുണ്ട്. നെറ്റ്വർക്കുകൾ, പല രീതിയിലുള്ള നെറ്റ്വർക്കുകൾ. കർത്താവിന്റെ ആത്മാവ് ഇറങ്ങുന്നു. ദൈവത്തിലെ സ്വർഗത്തിലെ അഗ്നി ഇറങ്ങി കത്തിക്കുന്നു. മുള്ളുകളും മുൾച്ചെടികളും എല്ലാം അഗ്നിയിൽ എരിയുന്നു. അരുളിയ പോലെ വിശുദ്ധിയിലേക്ക് ദൈവമക്കൾ നീങ്ങുന്നു. കൈയടിച്ച് പാടിക്കുകയും മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും. അരുളിയ പോലെ അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. പാടിക്കുകയും മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും. അരുളിയ പോലെ അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് ആത്മാവേ അഗ്നിയായി നിറയണമേ. പഠിക്കുകയും ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിന്റെ ശക്തി വിട്ടുപോ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായ രോഗാണുക്കൾ നിർവീര്യമാകും. ശക്തിമേൽ നിന്നഗ്നിയായ ശാപത്തിന്റെ ശക്തി വിട്ടുപോ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായക്കൂ. ആത്മാവാം ദൈവമേ അഗ്നിയായക്കൂ. എതിപിടിക്കാത്ത അവസ്ഥ, പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, രോഗത്തിൻ ശക്തിമേൽ വിട്ടുമാറാത്ത ദുശീലങ്ങൾ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായക്കൂ. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ. ദൈവമേ അഗ്നിയായക്കൂ. കരങ്ങൾ താഴ്ത്തിയടിക്കുന്നു. ലോകം മുഴുവൻ പാപത്തിലേക്ക് കൂപ്പുകുത്തുന്നു. മാനവരെല്ലാം നാശത്തിലേക്ക് നീങ്ങുന്നു. യുദ്ധം, ദുരന്തങ്ങൾ, പീഡനങ്ങൾ, കലഹങ്ങൾ. ഭയപ്പെടരുത്. ശക്തിയുടെ ദൈവം എഴുന്നള്ളിയിരിക്കുന്നു. ദേശത്തിനെതിരെ കലാപം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ദൈവത്തിന്റെ ആത്മാവാണ് ഇനി ലോകത്തെ നിയന്ത്രിക്കുന്നത്. പൂർണ്ണമായി വിട്ടുകൊടുക്കുക. ലോകം മുഴുവൻ പാപത്തിന്റെ ചെടികളിലേക്ക് നീങ്ങുന്നു. മാനവരെല്ലാം നാശത്തിലേക്ക് നീങ്ങുന്നു. ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ദൈവത്തിന്റെ ആത്മാവ് നിറയുന്നു. ലോകം മുഴുവൻ പാപത്തിന്റെ വിനകൾ നിറഞ്ഞിടുന്നു. മാനവരെല്ലാം നാശത്തിന്റെ നിഴലിൽ കഴിഞ്ഞിടുന്നു. ആമേൻ. പഠിക്കുകയും ലോകം മുഴുവൻ പാപത്തിന്റെ വിനകൾ പെട്ടുപോയി, പെടുത്തിക്കളഞ്ഞു. എഴുന്നേൽക്കുക യേശുനാമത്തിൽ. മാനവരെല്ലാം നാശത്തിന്റെ നിഴലിൽ കഴിഞ്ഞിടുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് ആത്മാവേ ആമേൻ. അഗ്നിയായി നിറയണമേ. ഈശോ ആത്മാവേ അഗ്നിയായി അഗ്നിയായി നിറയണമേ. പാപത്തിന്റെ ശക്തി വിട്ടുപോകുന്നു. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായ രോഗാണുക്കൾ നിർവീര്യമാകുന്നു. രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായ ശാപത്തിന്റെ ശക്തി വിട്ടുപോകുന്നു. ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായക്കൂ. ആമേൻ, ആത്മാവാം ദൈവമേ അഗ്നിയായക്കൂ. ആമേൻ. പാപത്തിൻ കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ, ഓർമ്മക്കുറവുകൾ, ബലഹീനതകൾ, തർക്കങ്ങൾ എല്ലാം വിട്ടുപോകുന്നു. ആത്മാവാം ദൈവമേ അഗ്നിയായക്കൂ. കുടുംബ സമാധാനത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ അവസ്ഥകളും വിട്ടുപോകുന്നു. സഭയോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ ലഭിക്കുന്നു. വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ ലഭിക്കുന്നു. അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ അത്ഭുതകരമായ ശക്തി നിറയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയുന്നു.
യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്. ഭാഷാപരമുള്ള മക്കൾ ഭാഷാപരത്തെ സ്തുതിച്ച്. ഗിഫ്റ്റ് ഓഫ് ടങ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിറയുന്നു. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്റെ കൈവപ്പോഴി നിൽക്കുന്ന ദൈവിക വരത്തെ ചൊലിപ്പിക്കണം. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ യേശുവേ സ്തുതിക്കുന്നു. ആരെയൊക്കെയാണോ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് അവരെ എല്ലാം സമർപ്പിച്ച്, വീട് വിട്ട് അകന്നിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച്, വീട്ടിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, വിശ്വാസത്തിലുള്ളവരെ ഓർത്ത് പ്രാർത്ഥിച്ച്, സാഹചര്യങ്ങൾ എത്താൻ പറ്റാത്തവരെ ഓർത്ത്, ഒരിക്കലെങ്കിലും ഈ ആലയത്തിൽ വന്നു വിട്ടുന്നവരെ ഓർത്ത് പ്രാർത്ഥിച്ച്, ദൈവത്തിന്റെ ആത്മാവ് ഈ അരുതിക്ക് അപ്പുറത്തേക്ക് ദേശങ്ങളുടെ മേൽ അധികാരമുള്ള, സമയത്തിന് മേൽ അധികാരമുള്ള, ദൂരത്തിന് മേൽ അധികാരമുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു പോകുന്നു. ആലയത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക്, ഇവിടെ കുടുംബത്തിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക് ദൈവത്തിന്റെ അരൂപി കടന്നു പോകുന്നു. ആരാണോ എന്നെ ഭാരപ്പെടുത്തുന്നത്, എന്തിനെ ഓർത്താണോ ഞാൻ ഭാരപ്പെടുന്നത്, അത് കർത്താവ് തൊടുന്നു. യേശുവേ സ്തുതിക്കുന്നു. കൈവപ്പ് ശുശ്രൂഷയുടെ സമയമാണ്. കൈവപ്പ് ശുശ്രൂഷയുടെ സമയമാണ്. സ്ത്രീകൾ ശിരോവസ്ത്രം ധരിച്ച് നിങ്ങൾ കൈവപ്പ് മേടിക്കുമ്പം ആരൊക്കെയാണോ നിങ്ങളുമായി ബന്ധപ്പെട്ടത് അവരെല്ലാവരെയും ഇടതും വലതും നിർത്തിക്കണം. അവരുണ്ട് നിങ്ങളുടെ മുമ്പിൽ എന്നോർത്തുകൊണ്ട് ആ അവസ്ഥയിൽ പൂർണ്ണമായൊരു വിടുതലാണ് കിട്ടുന്ന നിമിഷങ്ങളിൽ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ കുർബാനയുടെ സന്ദേശം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവിടുത്തെ കർത്താവ് നമ്മോട് പറയുകയാണ്, സ്വർഗസ്നായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവരെയും നാം സ്നേഹിക്കണം. നമ്മുടെ ആളുകളെ രണ്ടായിട്ട് തിരിക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളവർ, ഇഷ്ടമില്ലാത്തവർ. ഇഷ്ടമുള്ളവർക്ക് വേണ്ടി നമ്മളെല്ലാം ചെയ്തു കൊടുക്കും, പുഞ്ചിരിക്കും, വർത്തമാനം പറയും, പ്രാർത്ഥിക്കും, സഹായിക്കും, എല്ലാം ചെയ്യും. ഇഷ്ടമില്ലാത്തവരോട് ശത്രുക്കളും കാണാം. അവരെ മാറ്റി നിർത്തും. അവർ സംസാരിക്കത്തില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, ഒരു സഹായം ചെയ്തു കൊടുക്കത്തുമില്ല, അവരെ ഒരു കുറ്റം പറയുകയും ചെയ്യും. ഈ രണ്ടാം തരത്തിലെ ആൾക്കാരെ കൂടി നമ്മളെ ഒന്നാം ഗണത്തിലേക്ക് ഉൾപ്പെടുത്തുവാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അസാധ്യമാണ്. ഇഷ്ടമില്ലാത്തവരെ, എന്നെ വെറുക്കുന്നവരെ എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും ചോദ്യം നമ്മളിലുണ്ടാകാം. പക്ഷെ അതിനെയും കർത്താവിൻ്റെ കൃപ കൊണ്ട് സാധിക്കും. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അതിനെ മാറ്റാനുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗം എന്തെന്ന് വെച്ചാൽ ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയാം, വിശുദ്ധ സ്റ്റീഫൻ കല്ലേറ് കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾക്ക് വേണ്ടി കൈവിരിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ ഇവരോട് നീ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഈശോയും കുരിശിൽ കിടക്കുമ്പോൾ കൈ വിരിച്ച് പിടിച്ചാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. പിതാവേ ഇവർക്ക് അറിവില്ലെന്ന് പറഞ്ഞാൽ എന്താ? ദൈവികമായ അറിവ് ഇവർക്കില്ല, ദൈവത്തെ അറിയില്ല, ദൈവത്തെ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. മാനുഷ്യമായ അറിവ് മാത്രം. അപ്പം തിരിച്ചടിക്കണം, പകരം വീട്ടണം എന്നുള്ള അറിവേ ഇവർക്കുള്ളൂ. നീ അവരുടെ കരുണയായിരിക്കണമേ. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൂടാ? നിങ്ങളുടെ സ്വകാര്യ പ്രാർത്ഥന 5 മിനിറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ 5, 10, 15 പേർക്ക് പ്രാർത്ഥിക്കാം. വെറും മുറി അടച്ചിരുന്ന് ജോലിയൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം ഉണ്ടല്ലോ ഈ നമുക്ക് ഇഷ്ടമില്ലാത്തവർക്ക് എന്ന് പ്രാർത്ഥിച്ച്, ഇഷ്ടമുള്ളവർക്ക് വേണ്ടി അവിടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒത്തിരി പ്രാർത്ഥനയൊന്നും വേണ്ട. നിങ്ങളെ ഒരു പക്ഷേ കൈവിരിച്ചോ മുട്ടുകുത്താൻ പ്രയാസമുള്ളവർക്ക് ഇരുന്നുകൊണ്ട് തന്നെയോ കൈവിരിക്കാതെയൊക്കെ പ്രാർത്ഥിക്കാം. അപ്പോൾ ഈശോയുടെ തിരുമുറിവിൽ ചുംബിച്ച്, മുറിവിൽ നിന്നാണ് സൗഖ്യം വരുന്നത്, കൃപ ഒഴുകുന്നത്, കരുണ ഒഴുകുന്നത്. അതെല്ലാം മുറിവിൽ കൂടിയാണ്. ഏതെങ്കിലും മുറിവെടുത്തോ, ഹൃദയത്തിൻ്റെയോ പാദത്തിൻ്റെയോ നെറ്റിയുടെയോ ആ മുറിവ് ചുംബിച്ചുകൊണ്ട് കൊച്ചു പ്രാർത്ഥനയില്ല, ഈശോയെ ഈ മക്കളോട് കരുണയായിരിക്കണമേ, അല്ലെങ്കിൽ ഈ മകനോട് കരുണയായിരിക്കണമേ. വേണേ ഒരു നന്മ അറിഞ്ഞവരും ചൊല്ലാം, മാതാവ് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യും. അല്ലെ വേറെ കൊച്ചു പ്രാർത്ഥന, ശക്തമായ പ്രാർത്ഥനയാണ്, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനി, പരിശുദ്ധമർത്തേന് ഈ മകനോട് കരുണയായിരിക്കണമേ. ഈ പ്രാർത്ഥന ചൊല്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ കാര്യങ്ങൾ, അവർ ദൂരെയായിരിക്കാം, മനസ്സിൽ ആ കാര്യങ്ങളോട് ചുംബിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവരുടെ സ്നേഹം തോന്നും. സ്നേഹത്തിൻ്റെ അരുവി നിങ്ങളുടെ ആ വ്യക്തിയിലേക്ക് പോകും. അവയ്ക്ക് സൗഖ്യം കിട്ടും, നിങ്ങൾക്കും കിട്ടും. നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? കരുണ കിട്ടും. ധാരാളം കരുണ കൊടുക്കുന്നവർക്ക് ആ കരുണ ലഭിക്കുക. അങ്ങനെയാണ് സ്വർഗത്തിനായ പിതാവിൻ്റെ മക്കളായി തീരുവാണ് കൃപാകരം നിങ്ങൾക്ക് നൽകും. വഴിക്കൊക്കെ വെച്ചിട്ട് അവർ പുഞ്ചിരിക്കും, നിങ്ങളെ കൊച്ചു വർത്താനം പറയും, പഴയ കാര്യങ്ങളെ പറയും. അതൊക്കെ വേണ്ട, അതെല്ലാം കർത്താവ് പരിഹരിച്ചോളൂ മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ രമ്യപ്പെട്ടുമ്പോഴാണ് നിങ്ങൾ സ്വർഗത്തിനായ പിതാവിൻ്റെ മക്കളായി തീരുന്നത്. അത് വലിയൊരു അവകാശമാണ്. നമ്മൾ അഭിമാനം വേണം. ഞാൻ എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ മക്കളെപ്പോലെ ഞാനും അവരെ സ്നേഹിക്കുന്നത് പറയാൻ സാധിക്കുമെങ്കിൽ നമ്മൾ വിജയിച്ചു. പ്രിയപ്പെട്ടവരെ, എൻ്റെ സമാധാന സന്തോഷങ്ങളുടെ ഏറ്റവും എളുപ്പമാർഗ്ഗം ഇതാണ്. നിങ്ങൾ ഈ ധ്യാന പ്രസംഗങ്ങൾ എല്ലാ ആഴ്ചയും കൂടുന്നവരാണ്. ജീവിതത്തിൽ മാറ്റമുണ്ടോ എന്ന് നിങ്ങളിന്ന് ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ട്? മാറ്റമുണ്ടാകുന്ന ഒറ്റ കാരണം, നിങ്ങൾ കരുണ കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനയിൽ ശത്രുക്കളെ, ഇഷ്ടമില്ലാത്തവരെ സ്നേഹിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? സാധിക്കുന്നവർ കൈവിരിച്ചവർ, നന്മ അറിഞ്ഞവരും ചൊല്ലിയാൽ എന്താ?
അല്ലേ? ഈശോയും അതുപോലെ വിശുദ്ധ സ്റ്റീഫൻ അങ്ങനെയല്ലേ പ്രാർത്ഥിച്ചത്? നമുക്ക് ചെറിയ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ ത്യാഗത്തിലൂടെ കരുണ അവർക്ക് കൊടുക്കുകയാണ്. അവർ മാനസാന്തരത്തിലേക്കും ദൈവാരൂപിയിലേക്ക് വരും. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലാണ് കൂടുതൽ നന്മ നിങ്ങൾക്കുണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കരുണ ഇഷ്ടംപോലെ നിങ്ങൾക്ക് കുടുംബത്തിന് കിട്ടുന്ന ചിന്ത നിങ്ങൾക്ക് വേണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി കരുണയോടുകൂടി സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുവാനും എല്ലാവരും ദൈവമക്കളായി കണ്ട് ഈശോ അവർക്ക് വേണ്ടി മരിച്ചല്ലോ, അവരും രക്ഷപ്പെടണമെന്നുള്ള ചിന്ത നിങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി ഈ പ്രാർത്ഥന സമർപ്പിച്ച് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവേ, ഈ മക്കൾ നിൻ്റെ മക്കളാണ്. നീ എല്ലാ മക്കൾക്കും വേണ്ടി നീ മരിച്ചത്, നിൻ്റെ സ്നേഹം അവർക്ക് നീ കൊടുക്കണം ഈ മക്കളിലൂടെ. അങ്ങനെ അവർ രക്ഷപ്പെടുന്ന ചിന്തയെ വെച്ചുകൊണ്ട് ഇവരെ അനുഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നീ അത് കേട്ട് ആ സമൂഹത്തെ അനുഗ്രഹിച്ച് ഇവർക്ക് വേർതിരിവില്ലാതെ മതിലുകളെല്ലാം തകർന്നു പോയി ഒറ്റ എല്ലാവരും ഞങ്ങൾ സ്വന്തമാണെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്ന കൃപാരും ഇവർക്ക് സ്വകാര്യ പ്രാർത്ഥനയും നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര എന്നേക്കും ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. പെന്തക്കോസ്ത് അനുഭവമായി പുതിയ അഭിഷേകമായി ആത്മാവാം ദൈവമേ വരിക, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരിക. നീർച്ചാൽ തേടുന്ന മാൻപേടെ പോലെ കർത്താവേ ഞാൻ അങ്ങേ തേടി. ആത്മാവാം ദൈവമേ വരിക, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരിക. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി വരണമേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാവരുമായി പാട്ട് പാടിക്കൊണ്ട് വരിക. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. എല്ലാവരും പാടുകേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാപവും രോഗവും എന്നെ തളർത്തി, പാപം എന്നെ തളർത്തി, രോഗം എന്നെ തളർത്തി. പാപത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ രക്ഷിക്കാൻ അങ്ങയുടെ കരം നീട്ടണമേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ മേൽ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈശോയേ, ആത്മാവാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നിന്നൊരു ശക്തി പുറപ്പെടുന്നു, ഇസ്രായേലിന്റെ മുഴുവൻ ഭവനങ്ങളിലേക്കും കടന്നു പോകുന്നു. യേശുവേ തുതിക്കുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, ഇവിടുന്ന് ഒരു അഗ്നി പുറപ്പെട്ട് അത് ഇസ്രായേലിന്റെ എല്ലാ ഭവനങ്ങളിലേക്കും കടന്നു പോകുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച് സ്തുതിച്ച് ഏത് മേഖലയിലാണോ തമ്പുരാൻ തൊടേണ്ടത് ആ മേഖലയെല്ലാം കർത്താവിന് വിട്ടുകൊടുക്കുക.
പൂർണ്ണമായി വിട്ടുകൊടുക്കുക. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വസ്തുവകകൾ, കന്നുകാലിക്കൂട്ടങ്ങൾ, ജോലി, ബിസിനസ്, മക്കളുടെ പഠനം, സ്വപ്നങ്ങൾ, ആരോഗ്യം, ജീവിതാവസ്ഥകളെല്ലാം സമർപ്പിച്ചു. രോഗം, അസ്വസ്ഥതകളെല്ലാം സമർപ്പിച്ചു. കടഭാരങ്ങളെല്ലാം വിട്ടുകൊടുത്തു. മാനുഷികമായി ഉത്തരം കിട്ടാത്ത എല്ലാ പ്രശ്നങ്ങളുടെ പേരിലും കർത്താവ് തൊടുന്നു. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് കർത്താവ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കർത്താവിന് മുമ്പിൽ വിട്ടുകൊടുക്കുക. നിയോഗങ്ങൾ യേശുവേ സ്തുതിക്കുന്നു. കരങ്ങൾ കൂപ്പാം. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി വിശുദ്ധരായി ജീവിക്കുവാൻ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കണമേ. കരങ്ങളെ കൂപ്പി ശിരസ്സു നമിച്ച് രക്ഷക രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണമേ. മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, രോഗപീഠകളിൽ നിന്ന് പൂർണ്ണ സൗഖ്യത്തിലേക്ക്, അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് കർത്താവേ ഞങ്ങളെ നയിക്കണം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. സ്നേഹമുള്ളവരെ, ഈ മണിക്കൂറുകളെ നമുക്ക് വേണ്ടി ഈശോയുടെ വചനം വളരെ മനോഹരമായി നമുക്ക് പങ്കുവെച്ച ജോർജ് കുട്ടിപ്രധാനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ശരിക്കും ഈ ഒരു മനുഷ്യനെ ഞാൻ അത്ഭുതത്തോടുകൂടി ഓർക്കും. കാര്യം ഇത്രമാത്രം തിരക്കുള്ളൊരു മനുഷ്യൻ, ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിനെ ഇവിടെ വന്ന് നമ്മളെ പല പ്രാവശ്യം സഹായിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. തമ്പലക്കാട്ടുള്ള ധ്യാന കേന്ദ്രത്തിൻ്റെ മെയിൻ ഒരാളാണ് അദ്ദേഹം. എനിക്കറിയാം, 100 കണക്കിന് ആൾക്കാരെ ഒരു മാസത്തിൽ മദ്യമയക്കുമരുന്ന് അടിമകളായിട്ടുള്ളവരെ ഒരു മരുന്നും മന്ത്രവും കൊടുക്കാതെ പരിശുദ്ധമായ ഈ ആരാധനയുടെ മുന്നിൽ വെച്ച് ഈ ജനത്തിന് ക്ലാസ് കൊടുത്തുകൊണ്ട് അവരെ ഒരു നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവിടെ. എനിക്ക് നമ്മുടെ സെബാസ്റ്റ്യനാണെന്ന് തോന്നുന്നു ഇപ്പോഴും എൻ്റെ ഡയറക്ടർ അച്ഛനൂടെ വന്നിട്ടുണ്ട് പല പ്രാവശ്യം. അപ്പോൾ ഒത്തിരി നന്ദിയോടെ ബ്രദറിനെ ഓർക്കുന്നു. അതേ എനിക്ക് വിളിക്കാൻ തന്നെ വിഷമം. പിന്നെ എനിക്ക് വന്ന് പുള്ളി എന്നോട് എങ്ങനെ നോ പറയുമെന്ന് ഓർത്തിട്ടാണ് ഈ കൊച്ചു കൂട്ടായ്മയിലൊക്കെ പിന്നെയും വിളിക്കുമ്പോൾ വരുന്നത്. അത്രയറ്റ ഈശോയോടുള്ള സ്നേഹമാണ് അദ്ദേഹത്തെ ഇന്ന് നയിക്കുന്നത്. ഈ രാഷ്ട്രീയത്തിലൊക്കെ നടക്കുമ്പോഴും അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത്, അങ്ങനെ ഒരു ശുദ്ധീകരണം നടക്കുമല്ലോ. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് ചോദിച്ചു, ചങ്ങനാശ്ശേരിയിൽ 6 മണിക്ക് മുമ്പ് തീരുന്ന കുർബാന എവിടെയുണ്ട്? കാര്യം ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കാതെ ഓടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജോർജ് കുട്ടി അച്ഛൻ. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലെ പ്രധാനോട് പ്രത്യേകിച്ച് ഫെൻമേൽ ധ്യാന കേന്ദ്രത്തിനോട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൂട്ടായ്മയിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ അവിടെ പോയിട്ടുണ്ട്. ഞാൻ ഒത്തിരി ആൾക്കാർ അവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട്. അവരൊക്കെ ഇന്നും വളരെ ശക്തമായിട്ട് ഈശോയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നുണ്ട്. കാര്യം 10-30 വർഷം മദ്യവെച്ച് നടന്നിട്ടുള്ള വ്യക്തികളൊക്കെ അവിടെ കൊണ്ടുപോയി ഇന്നും അവരെ മദ്യം ഉപേക്ഷിച്ച ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഹല്ലേലൂയ. ഒപ്പം തന്നെ കോടിക്കൽ അച്ഛനെ ഓർത്തും നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ റോബിൻ പാട്ടുകാരനെ ഓർത്തും നന്ദി പറയുന്നു. സ്നേഹമുള്ളവർ, അടുത്ത ആഴ്ചയിൽ അതുപോലെ തന്നെ നമുക്ക് ഒരു ശക്തനായ വചനപ്രഘോഷകനാണ്, ഉണ്ണി എന്ന് പറയും. അദ്ദേഹം ഒത്തിരി ഈ കാലഘട്ടത്തിൻ്റെ ഒരു വ്യക്താവും കൂടാണ്. നിങ്ങൾ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവന്നാൽ ഒത്തിരി സന്തോഷമായിരിക്കും. നമ്മുടെ ഡയറക്ടർ അമ്മയ്ക്ക് എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മയുടെ എനിക്ക് മൈക്ക് കൈമാറുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആവേശാൻ്റെ വാക്കുകളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശരിക്കും ഇവിടെ നിന്നപ്പോൾ ഞാനങ്ങ് അമ്പരപ്പെട്ടുകയാണ്. എത്ര ആഴത്തിലാണ് ദൈവവചനം വിളമ്പി അങ്ങോട്ട് തരിക അല്ലേ. നമ്മൾക്ക് ആത്മായ സഹോദരങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുകയായിരുന്നു. ഈശോയ്ക്ക് നന്ദി പറയാം. ഇന്ന് കേട്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാകും. വചനം അങ്ങോട്ട് മുറിച്ച് വിളമ്പി അതിൻ്റെ വിചിന്തനങ്ങൾ ഇത്രയും ധ്യാനിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുക. ഏറ്റവും സ്നേഹത്തോടെ ബ്രദറിന് എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുക. ഈ ജൂലൈ മാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം, കാർമൽ മൗണ്ട് ധ്യാന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം 18 വർഷം ദൈവം നമ്മളെ നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറയുന്ന ദിനങ്ങൾ കൂടിയാണ്. ജൂലൈ 16 നമ്മുടെ കാർമൽ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുകയാണ്. എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുണ്ട്. ഈ വർഷത്തെ നമ്മുടെ കാർമൽ ദിന ആചരണം ഇങ്ങനെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും ബലം, മറ്റൊന്നുമില്ല. പ്രാർത്ഥനയില്ലാതെ ഈ ആലയം മുന്നോട്ട് പോകില്ല.
ഇവിടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ജൂലൈ 1 മുതൽ, ശ്രദ്ധിക്കണം, ജൂലൈ 1 മുതൽ പകൽ സമയം 10:30 മുതൽ 12:30 വരെ ബഹുമാനപ്പെട്ട സഹോദരിമാരുടെ നേതൃത്വത്തിൽ ജപമാല പ്രാർത്ഥന ഇവിടെ ഉണ്ടാകും. ആ സമയത്ത് സഹോദരന്മാർക്കും വരാം, നിങ്ങളുടെ ജോലി ക്രമീകരണങ്ങൾ അതനുസരിച്ച് ചെയ്യാം. വൈകുന്നേരം 7 മണി മുതൽ 8:30 വരെയും ഇതുപോലെ ജപമാല പ്രാർത്ഥന ഉണ്ടാകും. മറ്റ് സമയങ്ങളിൽ ജപമാല ഉണ്ടാകും, പക്ഷേ കുറച്ചുകൂടെ നമ്മൾ ഈ ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. ജൂലൈ 1 മുതൽ 12-ാം തീയതി വരെ ഇങ്ങനെ ജപമാല ഉണ്ടാകും. 12-ാം തീയതി നമ്മുടെ വലിയ കൺവെൻഷനാണ്, കാർമൽ ഡേ കൺവെൻഷൻ. ബഹുമാനപ്പെട്ട അലോഷ്യസ് കുളങ്ങര അച്ഛൻ്റെ നേതൃത്വത്തിൽ നിങ്ങളിപ്പോഴേ പ്രാർത്ഥിച്ചൊരുങ്ങുക. ഏകദിന കൺവെൻഷൻ ഇവിടെ ധ്യാനം നടത്തുന്നുണ്ട്. അച്ഛൻ്റെ ബോസ്കോ അച്ഛൻ്റെ ധ്യാനം, ഒപ്പം കാർമൽ അവരുടെ തീ അഭിഷേക ധ്യാനം. അപ്പോൾ അച്ഛൻ നമുക്ക് വേണ്ടി പ്രത്യേകം കാർമൽ ദിനമായതുകൊണ്ട് ഏകദിന കൺവെൻഷൻ ക്രമീകരിച്ച് തരാമെന്നേറ്റിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് മുതൽ ആ ഒരു കൺവെൻഷൻ, കാർമൽ ഡേ കൺവെൻഷൻ സ്വപ്നം കണ്ട് ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം. അങ്ങനെ 12-ാം തീയതി കാർമൽ ഡേ കൺവെൻഷൻ. 13-ാം തീയതി നമ്മളിപ്പോൾ ഈ ദിവസങ്ങൾ, ഇത്രയും ദിവസങ്ങൾ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങും. 14-ാം തീയതി നമ്മൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ജപമാല പ്രദക്ഷിണം, നമുക്കറിയാം നമ്മുടെ ഈ ഭവനം ചുറ്റിയുള്ള വലിയൊരു ജപമാല പ്രദക്ഷിണം നമ്മുടെ പതിവാണ്. അതിനുശേഷം ഒരു സ്നേഹവിരുന്ന് നമുക്ക് ക്രമീകരിച്ചിട്ടുള്ള ഒരു കുടുംബ സമ്മേളനം കൂടിയുണ്ട്. നിങ്ങളെ പിന്നീട് അതിൻ്റെ സമയമൊക്കെ കൃത്യമായിട്ട് അറിയിക്കാം. എനിവേ നമ്മൾ ഈ 13 ദിവസങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. 14-ാം ദിവസം ചുറ്റിയുള്ള പ്രദക്ഷിണവും സ്നേഹവിരുന്നും എല്ലാം ഉണ്ടാകും. അത് പിന്നീട് നിങ്ങളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. ഏതെങ്കിലും ഒരു സമയം വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവം നടത്തിയ ദൈവത്തിൻ്റെ ഒരു ഭവനം ഈ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ദൈവം നൽകിയ ഒരു ദൈവമക്കൾക്കായിട്ട് ഒരുക്കിയ ഒരു ഭവനം, പ്രത്യേകിച്ച് സിസിഎമ്മയെ ഓർത്ത് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ കാലഘട്ടത്തിലാണ് ഈ ഒരു ആലയം ഇങ്ങനെ ഒരു ദൈവമക്കൾക്ക് വേണ്ടി ഉയരണമെന്നൊരു സ്വപ്നം അമ്മ പ്രൊഫഷണലായിരുന്ന കാലത്താണ്. അമ്മ നമ്മുടെ കൂടെയുണ്ട്, അതൊരു വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ ഈ 18 വർഷം ദൈവം നമ്മളെ നടത്തി. ഇന്ന് വരെ ഈ മൺമറഞ്ഞു പോയവരും ഇവിടെ കാലെടുത്ത് വെച്ച് ഒത്തിരി മക്കൾ ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, അല്ലേ? ഇവിടുത്തെ ചരിത്രം കേൾക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതപ്പെടുകയാണ്. ഇതിൻ്റെ ഓരോ മണൽത്തിരിയും ഓരോ ശുശ്രൂഷകരോടും ഒത്തിരി കടപ്പാടുള്ളതായിട്ട് ഇവിടുത്തെ പഴയ അമ്മമാരൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടുള്ള സ്നേഹവും നന്ദിയൊക്കെ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഈ പ്രാർത്ഥനയിലൂടെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാൻ നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊന്നും വേണ്ട, പ്രാർത്ഥിച്ച് നമുക്ക് പരസ്പരം ബലപ്പെടാം. ഈശോ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.